എനിക്കിന്ന് വൈകുന്നേരം വരെ രാത്രി വരെ എനിക്കതിന് പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചോണ്ടേയിരുന്നു സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ നിന്ന് ഫുള്ളും അത് തന്നെ ഇട്ട് കേട്ടിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അവന് സാറിന്റെ അഡ്മിൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. 7:30 മണിയായപ്പോ ഞാൻ ഒരു മെസ്സേജ് ആ കുട്ടിക്ക് അയച്ചിരുന്നു അഡ്മിന്. അപ്പൊ അതൊരു മറുപടി എനിക്ക് തന്നു. അങ്ങനെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. അന്ന് സാറിന് വളരെയധികം നന്ദി പറയുന്നു, അഡ്മിനും പറയുന്നു, യൂണിവേഴ്സിനും നന്ദി പറയണം. പറയാൻ ബാക്കിയുള്ള സാറിന് നന്ദി. ഓക്കെ, താങ്ക് യു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇന്ന് വളരെ സന്തോഷവാനാണ് ഞാൻ. നിങ്ങൾ എത്രയോ ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്നതിന്, ജോയിൻ ചെയ്തതിന്, പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്തതിന്. പക്ഷേ നിങ്ങൾ എല്ലാവരെയും മുമ്പിൽ ഇപ്പോൾ ഇവിടെ 108 ആൾക്കാരുണ്ട്, ഇനിയും വരുന്നുണ്ട്. ഇനി ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ടാവും. 50,000 60,000 ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. അവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ പേയ്മെന്റ് അടച്ചിട്ട് ആ ക്ലാസ്സിൽ വരുന്നത് എനിക്ക് സന്തോഷം ആണെന്ന് വിചാരിക്കരുത്. എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് ഞാൻ അറിയുമ്പോൾ മാത്രമായിരിക്കുമെന്ന് എല്ലാവരോടും പറയുകയാണ്. അല്ല നിങ്ങൾ പൈസ അടച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ഒരു സന്തോഷവും ഇല്ല. നിങ്ങളിൽ മാറ്റമുണ്ടായി, നിങ്ങൾ അതുകൊണ്ട് അനുഭവിച്ചു, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് എന്തോ കിട്ടി എന്ന് ഞാൻ എപ്പോഴാണോ അറിയുന്നത് അപ്പോൾ മാത്രമേ ഞാൻ സന്തോഷവാനാവുള്ളൂ. നിങ്ങളോട് മാത്രമല്ല, മായാദേവിയുടെ മാത്രമല്ല എല്ലാവരോടും പറയുന്നത്. എത്രയോ ആൾക്കാർ ക്ലാസ് കണ്ടപ്പോ മാറ്റം ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസത്തിലാ ജോയിൻ ചെയ്ത സാർ. മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിൽ ഒരു തോന്നലുണ്ട് സാർ. അതുകൊണ്ടാണ്. ശരി, മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. താങ്ക് യു വെരി മച്ച്. മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ അതിന് വഴി മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി മാത്രമാണ് ഞാൻ തരുന്നത്. എന്തോ നമ്മുടെ ഗീത എന്തോ പറയുന്നുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ ഗീത, ഒന്നുകൂടി. സാറേ, പിന്നെ ഞാനിപ്പം മനസ്സിൽ നല്ല ആഗ്രഹം വെച്ചിട്ടുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് നേടാനേ. വീട് വേണം, പിന്നെ മോനൊരു ചെറിയ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവൻ ഒറ്റയ്ക്കൊരു ചെറിയ ജോലിയിൽ അവിടെ നിൽക്കുന്നു. വേറെയും ചില പ്രശ്നങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് അവനെ തിരിച്ചു വരണം അങ്ങനെ. അപ്പൊ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ എണ്ണീറ്റിരുന്ന് രാവിലെ ഇതൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറയും, താങ്ക് യു ഗോഡ് എന്ന് പറയും. പക്ഷെ എനിക്ക് അതിന്റെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എഴുതേണ്ടി വരുമോ, എങ്ങനെയാണ് അതിന്റെ എന്നുള്ളത്? അത് നിങ്ങൾ ക്ലാസ്സിൽ ചേർന്നോ? ലോ ഓഫ് അട്രാക്ഷൻ ചേർന്നോ? 2000 അടച്ച് അതിൽ പറയല്ലേ. അപ്പൊ നമുക്ക് അവിടെ പഠിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാം. ഇനിയുണ്ടല്ലോ, ഞാൻ ഈ യാത്രയിൽ മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഓരോന്നും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആക്കി തന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓ, താങ്ക് യു സാർ. 4 മണിയാകുമ്പോ ബുക്ക് കിട്ടി പറയുന്നത്. അഡീഷണൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കവിതയുടെ. അല്ല, അത് ഗിഫ്റ്റ് ആണോ? അത് ഗിഫ്റ്റാണ്. ആ കവിതകളൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയും എന്തിനു കൊണ്ടായിരിക്കും ഞാൻ ആ ക്ലാസ് കവിത അതിനകത്ത് വെച്ചത് എന്ന് മനസ്സിലാവും. അത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല, മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാറ് എഴുതിയത് വായിച്ചപ്പോ തന്നെ സാറ് നമ്മുടെ അടുത്തുള്ള പോലെയാണ് ഫീൽ ചെയ്തത് പറയുക. സാറിന് നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും വളരെ വളരെ ഫീലിംഗ് ആയി പറയാ. അപ്പൊ തന്നെ എന്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പറയുക. കണ്ടു ഞാൻ. വളരെ വളരെ സന്തോഷമായി പറയുക. വായിച്ചിട്ടില്ല, ഹെഡിങ് ഒക്കെ സാറ് എഴുതിയതൊക്കെ വായിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് തുടങ്ങണം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വായിക്കാം. കൂടുതൽ വായിക്കണം, 2 പേജ് വായിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ എനിക്ക് ഹസീനെ ഒന്ന് ലൈനിൽ എടുക്കണം. ഹസീന പറഞ്ഞോ. ഹസീന. ഓക്കെ, ഹസീന സക്സസ് സ്റ്റോറി പറയാനുണ്ടെന്ന് പറഞ്ഞു. ഹസീന പറഞ്ഞോ. ശില്പ അൺമ്യൂട്ട് ചെയ്യ. ശില്പ പറഞ്ഞോ. ക്ലാസ് തുടങ്ങുന്ന പറയൂട്ടോ. ഹായ് സർ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഒരു മിനിറ്റ്. ശില്പ ക്യാമറ മനസ്സിലാ. ശില്പ എന്തോ ഒരു സംഭവമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇന്നും. ഞാൻ ഇന്നും മാനിഫെസ്റ്റേഷന്റെ ഒരു ഫ്രൈഡേ വന്ന ഒരു
നമ്മള് മരത്തിന്റെ കീഴിലിരുന്ന് സാർ ഒരു ആ, ഒരു വിഷ്വലൈസേഷൻ നമ്മളെ കൊണ്ട് ചോദിച്ചിരുന്നല്ലോ. നമ്മളൊരു മൈൻഡ് സെറ്റ്, ഒരു ഒരു കൊടീശ്വരന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട്, അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ നിസ്സാരമായിട്ട്, അന്ന് ഞാനൊരു 25,000 റുപ്പീസ് എടുത്തു. അപ്പൊ നമ്മുടെ ബോധത്തിൽ ഉണ്ടല്ലോ, നമ്മൾ ആ, കൊടീശ്വരനാണെങ്കിൽ നമ്മൾ 25,000 രൂപയ്ക്ക് പോവില്ല എന്നുള്ള രീതി അനുസരിച്ച് ഞാനൊരു ക്യാഷ് ചെക്ക് എഴുതുന്നതായിട്ടാണ് വിഷ്വലൈസ് ചെയ്തത്. ആ. 25,000 രൂപയുടെ ഒരു ക്യാഷ് ചെക്ക് എഴുതുന്നു, ഞാൻ ഒപ്പിടുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു, മാറുന്നു. അപ്പൊ സാറിന് 24 hours പറഞ്ഞെങ്കിലും ഞാൻ സൺഡേ സാറ്റർഡേ എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മൈഗ്രീന്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പൊ എനിക്ക് ബാങ്കിലേക്ക് തീരെ കയറാൻ വയ്യ. എന്തിന്റെ അപ്പൊ പ്രശ്നം ഫസ്റ്റ് ഫ്ലോറിലാണ് എന്തിന്റെ പ്രശ്നം നിങ്ങൾക്കുള്ളത്? മൈഗ്രീൻ. മൈഗ്രെയിൻ. ഓക്കെ, ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്തോ. ഞാൻ അതിനൊരു വഴി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. അപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് എന്റെ വീട്. ആലപ്പുഴ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോ SBIയില് എന്റെ ബാങ്കിലേക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോകണം. അപ്പോ ഞാൻ അന്ന് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോകണം. അപ്പൊ കുറച്ച് സാധനങ്ങൾ അമ്മയ്ക്ക് വാങ്ങിക്കണം. അപ്പം ഇങ്ങനെ ഞാനും അമ്മയും മോനും ഉണ്ട് എന്റെ കൂടെ. മോന് 14 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ അപ്പൊ ATM ചെല്ലുമ്പം ATM ക്യാഷ് ഇല്ല, ATM വർക്കിംഗ് അല്ല. അപ്പൊ എന്റെ ബാഗിൽ ഒരു ചെറിയ ബാഗ് ഉണ്ട്, സഞ്ചരിക്കുന്ന ഒരു ചെറിയ ചെക്ക് ബുക്കും എല്ലാ സാധനമാണ്, ഒരു സഞ്ചരിക്കുന്ന ബാങ്കാണ് ഞാൻ. അപ്പൊ ഞാനിങ്ങനെ ബാങ്ക് അപ്പൊ ഇതില് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ അന്നേരം പൈസ വളരെ ഒരു 5,000 അടുത്ത രൂപയേ ഉള്ളൂ. അപ്പം ഓണം ഡ്രസ്സ് എല്ലാം എടുക്കുക, ഓണം പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് അന്ന് 35,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് അന്നേരം ഇല്ല, അതൊക്കെ വിഷ്വലൈസേഷൻ ആണ്. എന്റെ 25,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതും എല്ലാം. അപ്പൊ 30,000 രൂപ അന്ന് എന്റെ ഹസ്ബൻഡ് ഇട്ട് തന്നു. ഞാൻ ഇങ്ങനെ പോവാണ്. അതിലും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇനി വരുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാഷ് വിഷ്വലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. SBIയിലെ ചെക്കില് ഞാൻ ഇങ്ങനെ പേ ടു ക്യാഷ് എഴുതുന്നു, 25,000 റുപ്പീസ് ഫിഗറിൽ എഴുതുന്നു, വേർഡ്സിൽ എഴുതുന്നു, ഒപ്പിടുന്നു. ഡേറ്റ് ശനിയാഴ്ചത്തെ ഡേറ്റും വെച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല, അമ്മ ഒന്ന് ചെല്ല്, സച്ചുന്റെ കൂടെ, മോന്റെ പേര് ശ്രാവണം എന്ന്, സച്ചുന്റെ കൂടെ ഒന്ന് അമ്മ ചെല്ല്, എനിക്ക് തീരെ വയ്യാന്നിട്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോന് അവന്റെ കയ്യിൽ നിന്ന് അവനൊരു എക്സാമും കൂടെ, സ്കൂളിലെ എക്സാമും എഴുതിയിട്ട് വരും. അപ്പൊ അവന്റെ ID കാർഡ് കഴുത്തിലുണ്ട്. അപ്പൊ അവൻ എന്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, അമ്മ അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം, അമ്മയും കൂടെ വാ, എനിക്ക് ചിലപ്പോ ID പ്രൂഫ് ചോദിച്ചാല് എന്റെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരമ്മയും മോനും കൂടെ പോകുന്നു. അവിടെ ചെന്ന് ക്യാഷും മാറി. അപ്പം ഞാൻ ഇങ്ങനെ അന്ന് വിഷ്വലൈസ് ചെയ്തത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ മോന്റെ കയ്യിലേക്ക് 25,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി, ഞാൻ ഒരു ക്യാഷ് ചെക്ക് എഴുതി അവന് കൊടുക്കുന്നു, അവൻ അതുമായിട്ട് പോകുന്നു. ജസ്റ്റ് പിറ്റേ ദിവസം അതേ സെയിം സ്ഥലത്ത് വെച്ച് എനിക്ക് സംഭവിച്ചത്. ഇവിടെ ശില്പ പറഞ്ഞതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്തു അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ബാക്കിയുള്ള കാര്യം, പൈസ ഇല്ലാത്ത ബാങ്കിലേക്ക് പൈസ വരിക, വിഷ്വലൈസേഷൻ സക്സസ്, ഇതാണ് ശരിക്കുള്ള റിയൽ സ്റ്റോറി. ഇതാണ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. നമ്മൾക്ക് എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിഷ്വലൈസേഷൻ ശരിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശില്പ ഇപ്പോൾ 4ാമത്തെ തവണയാണ് ഈ വിഷ്വലൈസേഷൻ പവർ ഇവിടെ വന്ന് പറഞ്ഞു പോകുന്നത്. അത് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഈ ഭാവന സൃഷ്ടി ഉണ്ടാവും, വിഷ്വലൈസേഷൻ ഉണ്ടാവും. പക്ഷെ ചിലവർക്ക് അത് ഉണ്ടാവില്ല. പക്ഷെ ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കാം. ഉള്ളവർ കുറച്ചും കൂടി അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾ ആദ്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, സാറേ 50 ലക്ഷം ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, 50 ലക്ഷത്തിന് ട്രാൻസാക്ഷൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരട്ടെ. അതിനുള്ളതായിരിക്കണം നിങ്ങളുടെ പരിപാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ 50 ലക്ഷത്തിലേക്ക് എത്തും സ്വാഭാവികമായിട്ടും. ഇതെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലവ് കൊടുത്തേ ശില്പയ്ക്ക്. എല്ലാവരും ഇവിടുത്തെ നമ്പർ നോക്കൂ ശില്പ, ആൾക്കാരുടെ എണ്ണം 116. 6ന്റെ കാര്യം. പച്ച ലവ് ഒക്കെ ഉണ്ടോ? ചുവന്ന ലവ് ഉണ്ട്, പച്ച ലവ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് ഹസീനക്ക് എന്തോ പറയണ്ട. ഹസീനയുടെ ഒരു സ്റ്റോറി എടുക്കാം. ഹസീന. ഹലോ സാർ. ഹസീന പറയൂ. ഹലോ എവരിവൺ. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് സാറിന്റെ ലൈവ് ക്ലാസ് കാണുന്നുണ്ട്, യൂട്യൂബിൽ കാണുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ വേറൊരു ഡൊമൈനിൽ ചെയ്ത ആളാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ ഭയങ്കര സക്സസ് സ്റ്റോറിയാണ്. എന്റെ മോന് ഒരു ജോബിന് വേണ്ടിയിട്ട്, നമ്മളിപ്പോ ദുബൈയിലാണുള്ളത്, അപ്പൊ ഒരു ജോബിന് വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവൻ എപ്പോ വിളിക്കുമ്പോഴും ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് എന്നോട് സംസാരിക്കും. അപ്പൊ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ച കാരണം ഞാൻ അവനെ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ബ്ലോക്ക് ചെയ്യും.
അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്ത് വേണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഞാൻ ഇപ്പൊ എനർജി ഒക്കെ ഒന്ന് ലോ ആയ ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നതും പെട്ടെന്ന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണതും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് പിന്നെ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ എനിക്ക് ലൈവ് ക്ലാസ് ഗ്രൂപ്പിൽ കയറാൻ പറ്റി. അങ്ങനെ എനിക്ക് ലൈവിന്റെ ലിങ്ക് കിട്ടി. അങ്ങനെ ഞാൻ സൂമിൽ കയറി. അങ്ങനെ സാറിന്റെ ക്ലാസ് 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. 2ാമത്തെ ദിവസത്തിലാണ് ഞാൻ നമ്മുടെ സാറ് ചെയ്ത ലൈവ് വിഷ്വലൈസേഷൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണത്. അന്നത്തെ ദിവസമാണ് അതെനിക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്കൊരു വിഷ്വലൈസേഷൻ പവർ ഉള്ള ആളാണ് ഞാൻ, നല്ലൊരു പവർഫുൾ മാനിഫെസ്റ്റർ ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ എന്താ പറയാ, ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഇരിക്കുക തന്നെയാണ്. അതായത് എന്റെ എനർജി ഒന്ന് ലോ ആയ കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പക്ഷെ എനിക്കത് വീണ്ടും ഭയങ്കര മിറക്കിളായിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണം പറയാൻ. ഭയങ്കര ഹാപ്പി ആയിട്ട് അതായത് ഞാൻ കാലത്ത് സാറിന്റെ മെഡിറ്റേഷൻ ലൈവ് യൂട്യൂബിലുള്ള മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും രാത്രിയും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ലൈവ് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ഒരു 8-9 മാസമായിട്ട് പുള്ളിയുടെ മോളുടെ കല്യാണം എന്നെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്യാത്തൊരു ഇതിലിരിക്കുകയായിരുന്നു. മനസ്സിൽ അതിലൊരു പെയിൻ ഉണ്ടായിരുന്നു. അത്രയും ഞാൻ ശ്രമിച്ചിട്ട് എനിക്കത് കുറച്ച് സാങ്കേതിക വിഷയങ്ങളോട് എനിക്കത് പോകാൻ പറ്റിയില്ല. ഒന്നുമല്ല, ഞങ്ങളുടെ ഏരിയയിൽ ഒരു പ്രോഗ്രാം നടക്കുക കാരണം റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോ ഓക്കെ ആ സമയത്ത് ഞാൻ അന്ന് കാലത്ത് പുള്ളിയെ പറ്റി വിചാരിച്ചു. അന്ന് രാത്രി 8:30 പുള്ളി എന്നെ വിളിച്ചു. അതൊന്ന്. അപ്പൊ എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് അത്ഭുതമായി പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ട്, അനുഭവങ്ങൾ ഉണ്ട്. പക്ഷെ അതെനിക്ക് വർക്കായി എന്ന് കിട്ടിയാലും ഞാൻ അന്നാണ് എനിക്ക് മോന്റെ കാര്യത്തിൽ ഒന്നും കൂടിയും ഷാർപ്പായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് വന്നത്. പിറ്റേ ദിവസം അവൻ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ തിരിച്ചു വിളിച്ചു. അവനാ ജോലി ഓഫർ ചെയ്തു. അവനിപ്പോ പുതിയ ജോബിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ദുബായിന്ന് അബുദാബിക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അബുദാബി വരുന്നുണ്ടെങ്കിൽ സാറിന് നമ്പർ ഒന്ന് കൊടുത്തു എന്നോട് സംസാരിക്കാൻ. തീർച്ചയായിട്ടും 100% ഉറപ്പാ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ അതുപോലെ ഈ നമ്മൾ പറയണില്ലേ, സാറ് പറയണില്ലേ, ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അടുത്തത് വെക്കുന്ന വിഷയം നിങ്ങൾക്ക് ചെറുതായിരിക്കും, സിമ്പിൾ ആയിട്ട് കിട്ടും എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒരു 50,000 രൂപയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. അവിടെ ആ ഒരു സാറ് സിമ്പിൾ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിടത്ത് ഞാൻ കൊണ്ടുവച്ച വിഷയം 50,000 രൂപയാണ്. എനിക്ക് 2,10,000 രൂപ കിട്ടി. അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് ബ്ലോക്കായി നിൽക്കായിരുന്നു 2-3 മാസമായിട്ട്. അപ്പൊ അത് എന്റെ കയ്യിലേക്ക് വന്നു. നോക്കൂ, ഇത്തരം ഇതാണ് നമ്മളെ വളർത്തുന്ന ഊർജം, നമ്മളെ നിലനിർത്തുന്ന ഊർജം. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെയാണ് പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കുക. വല്ലാതെ നമ്മളെങ്ങ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാമെന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ വേണ്ടാത്തത് പോലും നിങ്ങളിലേക്ക് വരുമെന്ന് മറക്കരുത്. അപ്പോൾ തിങ്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വേണ്ടാത്തത് ഒരിക്കൽ പോലും ആഗ്രഹിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് താങ്ക്സ് സാറിനോട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരുപാട് താങ്ക്സ്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോ ഇൻഷാല്ലാ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയവും ഇതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഒരു ഡൊമൈനിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നമ്മുടെ എല്ലാവരും വലിയൊരു ലക്കാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ കഴിഞ്ഞു. ആശ 1 മിനിറ്റ്. ആശ അൺമ്യൂട്ട്. ഞാൻ നേരത്തെ ആശയോട് ക്വസ്റ്റ്യൻ ചെയ്തു. എന്തായി ആശ ജോലിയുടെ കാര്യം? ആശ ബഹ്റിൻ അൺമ്യൂട്ട് ചെയ്ത് എന്ത് സംഭവിച്ചു അവിടെ? അതൊന്ന് അറിയാനായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആശയ്ക്ക് നേരത്തെ. അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട്. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. വീണ്ടും മ്യൂട്ടായി. പറ. ഇപ്പൊ ഓക്കെയാണോ സാറേ? പറ. ഇപ്പൊ ഓക്കെയാണോ? എന്ത് സംഭവിച്ചെന്നറിയില്ല. പിന്നെ എനിക്ക് പകരത്തിന് വന്ന അവര് വന്നിട്ടുണ്ടായിരുന്നു. ലീവും കഴിഞ്ഞ് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒക്ടോബർ പകുതിയാകുമ്പോ അവര് ഇപ്പം അമേരിക്കക്ക് പോവുകയാണ്. മറ്റന്നാ പോകും അവര്. അമേരിക്കക്ക് പോവുകയാണ്. ഒക്ടോബർ പകുതിയാകുമ്പോ ഒരാൾ നാട്ടിൽ പോകുന്നുണ്ട്, നീ തന്നെ തിരിച്ച് ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞു. ഒക്ടോബർ പകുതിയാകുമ്പോ
മാഡം അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒക്ടോബർ 22-നാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് നിന്നെ ഞാൻ വിളിക്കാം, അപ്പൊ നീ തന്നെ തിരിച്ച് മമ്മേനെ നോക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, എല്ലാരും മെസ്സേജ്. ഇപ്പം വീട്ടിൽ തന്നെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ അല്ല സാറേ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുക. കാരണം ഞാൻ ഇങ്ങനെ ജോലി ഇല്ലാണ്ട് നിന്നിട്ടില്ല. അപ്പൊ ജോലി ഇല്ലാണ്ട് നിൽക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുക സാറേ. ഇതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇത് നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സാധനം വർക്ക് ചെയ്യില്ല. നമ്മൾ പഠിച്ച തിയറി വർക്ക് ചെയ്യില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഇങ്ങനത്തെ സിറ്റുവേഷൻ സ്വസ്ഥമാകാൻ പറ്റും എന്ന് പരീക്ഷണമാണ്. ഇത് നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത കടമ്പ കടക്കാൻ പറ്റൂ. കാരണം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളിൽ കുറേ ബ്ലോക്കേജുകളുണ്ട്. ഈ ബ്ലോക്കേജുകൾ പൊട്ടിക്കണമെങ്കിൽ ആദ്യം അതിനെ കുത്തി പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മൊത്തം കലകുലുഷിതമാവും. അത് അനുഭവിക്കാതെ നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നല്ലതിനാണ്. നിങ്ങൾ ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കൂടുതൽ സമയം മെഡിറ്റേഷൻ എടുത്തോളൂ, കൂടുതൽ സമയം സ്വസ്ഥമാക്കുന്നു. 3 ദിവസമേ ഉള്ളൂ എനിക്ക് ഈ ദേഷ്യവും കാര്യങ്ങളും. ഇന്ന് രാവിലെ ഞാൻ ഓക്കെ ആയി. രാവിലെ തൊട്ട് ഞാൻ ഓക്കെ ആണ്. ഞാൻ ഫുള്ള് സൺഡേ ക്ലാസ് തന്നെ കേട്ടത് തന്നെ റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുക. ഇന്ന് ഞാൻ ആരോടും ഇല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ആരോടും ഇപ്പൊ ശാന്തമായിട്ടിരിക്കുക. ഇന്നൊരു ദിവസം നല്ല ശാന്തതയിലാണ്. ഇന്നലത്തെ ആളല്ല ഞാൻ. ഇന്നലെ ഈ 3 ദിവസം ദേഷ്യം മാത്രമല്ല സാറേ, എനിക്ക് ഫുള്ള് ബോഡി പെയിൻ ആണ്, നടുവിന് പ്രശ്നം. എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരു ശരീര ബുദ്ധിമുട്ടാണ് ഈ 3 ദിവസം എനിക്ക് വന്നത്. ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ഓക്കെ. ഞാൻ ശാന്തനാണ്, ഞാൻ ശാന്തനാണ്, ഞാൻ ശാന്തനാണ് 3 തവണ പറഞ്ഞുകൊണ്ടേയിരിക്കുക, വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ സാർ. താങ്ക് യു എല്ലാവർക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എവരിബഡി റെഡി 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 അല്ലേ? കമാൺ. ഇന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അവിടെ കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ വിഷയം നിങ്ങൾ എല്ലാവർക്കും അറിയോ എന്താന്നുള്ളത്? സൂപ്പറായിട്ടുള്ള സബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് ആവശ്യമില്ലാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. നോക്കാം നമുക്ക് എത്ര പേർക്ക് ഇത് ആവശ്യമാണ് എന്നത്. എവരിബഡി റെഡി? പോരാ, വന്നില്ല, ഫുള്ളായില്ല. റെഡി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് തരില്ല കേട്ടോ. റെഡി ഉള്ളവർക്കേ ഇത് തരുള്ളൂ. ഓക്കെ, അപ്പോ ഔദ്യോഗികമായിട്ട് ഞാൻ തുടങ്ങണേ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു. വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് 2-3 ദിവസമായി നാട്ടിലായതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാരിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ വീഡിയോക്ക്. എന്നാലും കുറച്ചൊക്കെ നമ്മൾ ഇരുന്നു. സന്തോഷം. അന്ന് നിങ്ങളൊക്കെ റെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച നമ്മൾ ലൈവ് സെഷൻ എടുത്തു യൂട്യൂബ്. എല്ലാവരും നല്ല സക്സസ് ആയിരുന്നു. ഓരോ ക്ലാസ്സുകൾ കാണുമ്പോഴും ആൾക്കാർക്ക് നല്ല നല്ല അഭിപ്രായം പറയുന്നു. നിങ്ങൾ കൂടുതൽ ആൾക്കാർ വരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു. ഇതിലൊക്കെ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ജീവിതത്തിലും അത് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പ്രത്യക്ഷത്തിൽ തെളിയിച്ചു തരികയാണ് നിങ്ങൾക്ക്. മാനിഫെസ്റ്റേഷനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ? എത്രയോ 1000 ആൾക്കാർ ഇപ്പൊ ഇവിടെ തന്നെ ഇത്രയും ആൾക്കാർ ഈ സമയത്ത് പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വളരെ സന്തോഷവാനാണ് ഞാൻ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സംഭവം ഇന്ന് ഞാൻ പറയട്ടെ. ഒരു മിറാക്കിൾ പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ എത്ര പേര് ചേർന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം, ആ കറക്റ്റ് ഗസ് ചെയ്ത ആദ്യത്തെ ആൾക്ക് ഒരു പുസ്തകം ഫ്രീ ആയിട്ട് തരും. ഗസ് ചെയ്യാൻ പറ്റും? ലോ ഓഫ് അട്രാക്ഷനിൽ ഇപ്പൊ അനൗൺസ് ചെയ്ത കോഴ്സിൽ എത്ര പേര് ചേർന്നിട്ടുണ്ടാവും? കറക്റ്റ് ആൻസർ പറയുന്ന ഒരാൾക്ക്, ആദ്യത്തെ ആൾക്ക്. അഡ്മിൻ ജസ്റ്റ് നോക്കണേ ആദ്യത്തെ ആൾ ആരാണെന്നുള്ളത്. കുറെ ചാറ്റ് വന്ന് എല്ലാരും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ ആക്കേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർക്ക് തരാൻ പറ്റില്ല. ചാറ്റിൽ ഒന്നാമത്തെ ആൾ. ഓക്കെ, ഞാൻ ആളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നമ്പർ പറഞ്ഞ് എന്ന ആൾക്ക് വേണം. ബാക്കിയുള്ള കമന്റ് ചെയ്തോളൂ. പറഞ്ഞു ഞാൻ ആളെ ഒന്ന് വെച്ച് ഞാൻ അൺമ്യൂട്ട് ചെയ്യിപ്പിക്കുക ആൾക്കാരെ. എന്നിട്ട് അഡ്രസ് ഇപ്പൊ തന്നെ എഴുതി മേടിക്കും.
നാളെ തന്നെ ആ പുസ്തകം അയച്ചത്. ഇങ്ങനെ സർപ്രൈസ് കാര്യങ്ങൾ ഉണ്ടാവും. എങ്ങനെയായിരിക്കും അവർ ആ നമ്പർ പറഞ്ഞതും കൂടി എനിക്ക് വേണം. ഇപ്പോഴുള്ള അഡ്മിഷൻ ആട്ടോ. നാളെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എത്ര പേര് വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയ അഡ്മിഷന്റെ കണക്ക് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അഡ്മിന്മാർ എനിക്ക് തന്നൊരു കണക്ക് വെച്ചിട്ട്. സോറി, അതില് അയ്യോ ആദ്യം പറഞ്ഞ ആള് പോയി. ഇത് ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നല്ലേ. റെഡി കമന്റ് ചെയ്തോളൂ. ഓക്കെ. ധനു ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ധനു ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ധനു എന്ന് പറയുന്ന ആൾ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? യെസ്, ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ധനു ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. എവിടെയാണ് ധനു? ആ, വീഡിയോ ഓൺ ചെയ്യാം. കുവൈറ്റിലാണ് സർ. ഓ, കുവൈറ്റിലാണ്. ഞാൻ ഡ്യൂട്ടിയിലാണ് സർ. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ആ നമ്പർ പറയാൻ കാരണം? വെറുതെ ഗസ് ചെയ്താണോ? എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടോ? വെറുതെ അത് ഇല്ല സർ, അങ്ങനത്തെ ഒന്നുമില്ല. മനസ്സിൽ തോന്നി അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്റെ അടുത്തുള്ള അഡ്മിഷൻ 100 കറക്റ്റ്. ആദ്യം വന്ന നമ്പർ ഇനിയിപ്പോ മാറിക്കൂടാ കേട്ടോ. ഇപ്പോൾ നിലവിൽ എനിക്ക് അഡ്മിൻ തന്ന കണക്ക് പ്രകാരം 100 പേരാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇനിയും കഴിഞ്ഞു, നമുക്ക് അഡ്മിഷൻ സമയം കഴിഞ്ഞു. പേയ്മെന്റ് അടച്ചവർ വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നാൽ 100. അപ്പൊ അതുകൊണ്ട് ധനു ഒരു കാര്യം ചെയ്യാം. കുവൈറ്റിലേക്ക് എനിക്ക് ബുക്ക് അയക്കാൻ പറ്റില്ല. നാട്ടിലെ അഡ്രസ്സ് ഒന്ന് അഡ്മിൻ അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർ അൺമ്യൂട്ട് ചെയ്തോളൂ. ബാക്കിയുള്ളവർ കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോ എല്ലാ ദിവസവും ഇതുപോലെ ക്വിസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. വളരെ ഫണ്ണി ആയിട്ട് ക്വിസുകളൊക്കെ പോയിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് നടത്തുക. അതുകൊണ്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു സമ്മാനം ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതിന് ഉത്തരം നിങ്ങൾ എല്ലാവരും പറയണം. ആർക്കാണ് ഈ സാധനം വേണ്ടാത്തത് എന്ന്? നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇന്നത്തെ സാധനം, ഈ സാധനം വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? മനസ്സിൽ സ്വസ്ഥത വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മീ എന്ന് പറയണം. മനസ്സിൽ സ്വസ്ഥത വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? അവരോടാണ് ചോദ്യം. ഉണ്ടെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്യുക. ഉണ്ടെങ്കിൽ മീ ടൈപ്പ് ചെയ്താൽ, ഇല്ലാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ മീ എന്ന് പറയാം. എനിക്ക് നല്ല ത്രോട്ട് കൺജക്ഷൻ ഉണ്ട്, സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്റെ സൗണ്ടിന് കുറച്ച് ബാസൊക്കെ കൂടുതലല്ലേ, വ്യത്യാസം. ഈ കൂടുതൽ സംസാരിക്കും. നാട്ടിൽ പോയപ്പോഴും കുറേ ഫങ്ഷൻസ് സ്പീക്കായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. എന്താണത്? 48 മണിക്കൂറിനുള്ളിൽ എങ്ങനെ മനസ്സിൽ സ്വസ്ഥത നേടാം. വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? 48 മണിക്കൂറിൽ മനസ്സിൽ സ്വസ്ഥത വേണോ? വേണമെങ്കിൽ പറയൂ. വേണമെന്ന് പറയൂ. യെസ് എന്ന് പറയൂ. യെസ് എന്ന് പറയൂ. വേണ്ടവരൊക്കെ പറയൂ. വേണം 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 വേണം. ഇനി സ്വസ്ഥത ഇല്ലവർ എത്ര പേരുണ്ട്? ഇത് രണ്ടാമത്തെ ചോദ്യം ചോദിക്കേ. വേണം വേണം വേണം, എല്ലാവർക്കും വേണം. യെസ്, എല്ലാവരും. കമോൺ കമോൺ കമോൺ, എല്ലാവർക്കും വേണം. സലീം സാറേ വേണ്ടേ? സാറേ സ്വസ്ഥത വേണ്ടേ? സലീം സാർ അവിടെ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വിളിച്ചേട്ടോ. വേണ്ട, അൺമ്യൂട്ട് ചെയ്യണ്ട സാർ, അൺമ്യൂട്ട് ചെയ്യണ്ട, ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോ സ്വസ്ഥവൻ. ഇനി ഒരു അടുത്ത ചോദ്യം കൂടി അല്ലെ ദിനേശ് സാർ? എന്ന് ചോദ്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്വസ്ഥതയുള്ള എത്ര പേരുണ്ട്? മീ ഐ എന്ന് ടൈപ്പ് ചെയ്താൽ മനസ്സിൽ സ്വസ്ഥതയുള്ളവർ ഐ എന്ന് പറയുക. ഐ എന്നോ മീ എന്നോ എന്തോ കുഴപ്പമില്ല. ഐ ഐ ഐ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഈ മനസ്സിന് ഒരുപാട് സ്വസ്ഥത കുറഞ്ഞ ആൾക്കാരോടുമായിട്ട് സംസാരിക്കാം അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥതയുണ്ട്, പക്ഷെ ഇല്ലാത്ത ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഒരുപാട് വിഷയമുള്ളവരുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. അത് എങ്ങനെ നേടാമെന്നുള്ള ചെറിയ കുറച്ച് പൊടിക്കൈകൾ ഞാൻ പറയുകയാണ്. പക്ഷെ ഇത് നിങ്ങൾ പ്രവർത്തിക്കണം. ഇത് നിങ്ങൾ കേട്ടുപോയിട്ട്
എൻ്റെ വീഡിയോ ഇനിയുള്ള ഒരാഴ്ച മുഴുവൻ ഇതാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞു, ആ ബാച്ച് നമ്മളോട് ക്ലോസ് ചെയ്തു. ഇനി ഒരാഴ്ച പറയുന്നത് മനസ്സിനെ പറ്റിയിട്ടാണ്. മനസ്സ് ഒരാഴ്ച അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസം പറഞ്ഞു തരും. മനസ്സിന്റെ അവസ്ഥകളെ പറ്റിയാണ് പറയണത്. ഞാൻ വലിയ സിസ്റ്റമാറ്റിക് പറയാൻ കുറേ എന്താ പറയുക സയന്റിഫിക് ഒന്നും പറഞ്ഞ് നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ചെറിയ ചെറിയ നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അതിൽ മാത്രമേ മറ്റത് എന്ത് പഠിച്ചാലും ഇത് ചെയ്യാത്തടത്തോളം കാലം മനസ്സ് സ്വസ്ഥതയില്ല, ഉണ്ടാവില്ല എന്ന് പറയുന്ന സിമ്പിൾ ടെക്നിക്ക് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ക്ലാസ് കേൾക്കാൻ തുടങ്ങി, സ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി. താങ്ക് യു വെരി മച്ച്. ഇത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇതാണ്, നിങ്ങൾക്ക് ലഭിക്കുന്നതും ഇത് തന്നെയായിരിക്കും അല്ലെ. എന്താണോ നീ ചിന്തിക്കുന്നത് അത് തന്നെ സംഭവിക്കും. അപ്പൊ ഞാൻ ഓരോ ക്ലാസ്സുകളും നടത്തുമ്പോഴും ഞാൻ ആഗ്രഹിക്കാറുള്ളത് ഇത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ബെനിഫിറ്റ് ഉണ്ടായി മാറുക എന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ആ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമല്ലോ. അപ്പൊ യൂട്യൂബ് കാണുന്നവരും നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന നിങ്ങളെല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലത്തെ ലൈവൊക്കെ മിസ്സായി പോയത്. കുറേ ആൾക്കാർക്ക് ലൈവ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി രസമാണ്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ പേരല്ലായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് യൂട്യൂബ് നിങ്ങൾ മറ്റുള്ള യൂട്യൂബ് കാണുന്നവർ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾ ഞാനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് അവിടെ നടക്കും. ഞാൻ എല്ലാ കമൻറ്റുകളും നോക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എനിക്കും അറിയാൻ പറ്റും. നാളെ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അപ്പം നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കമൻറ്റ് ഒഴിവാക്കരുത്, നിങ്ങളും പോയി കമൻറ്റ് ചെയ്യണം. കാരണം ഇന്നത്തെ ഈ ക്ലാസ് നാളെയും കൂടി കേൾക്കുമ്പോഴോ മറ്റന്നാളും കേൾക്കുമ്പോഴേക്കും കൂടുതൽ ഹൃദിസ്ഥമാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നത് എന്ന് പഠിക്കാം അല്ലേ. എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് സ്വസ്ഥതയുണ്ട്, കുറച്ച് പേർക്ക് സ്വസ്ഥതയില്ല. സ്വാഭാവികമാണ്. സ്വസ്ഥതയില്ലാത്തതും ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ്. സ്വസ്ഥതയുള്ളവർ നാളെ അത് നഷ്ടപ്പെട്ടേക്കാം. ഇപ്പോൾ സ്വസ്ഥത ഉള്ളവർക്ക് നാളെ അത് ഇല്ലാത്തവർക്ക് നാളെ അത് ഉണ്ടായെന്ന് പറയാം. ഇത് മനുഷ്യന്റെ സഹജമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. നമ്മൾക്ക് എങ്ങനെ സ്വസ്ഥതപ്പെടുത്തണമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എങ്ങനെയാണ്? ചായ കുടിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും ചായ മേടിക്കാം അല്ലെ. അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചായ ഉണ്ടാക്കി കുടിക്കാം അല്ലെ. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ അസ്വസ്ഥമാകുന്നത് അപ്പോൾ നമുക്ക് ഈ താക്കോലിട്ട് അതിനെ തിരിച്ചെടുക്കാം അല്ലേ. റെഡി? എഗ്രി ഫോർ ഇറ്റ്? റൈറ്റ്? എഗ്രി? പറയൂ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് വലിയ സിസ്റ്റം ഒന്നുമല്ല, വളരെ സിമ്പിളായ എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സങ്കീർണമായ തിരക്ക് പിടിച്ച ഒരു ലോകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും തിരക്കാണ്. ഞാൻ എന്നും പറയാണ്ട്, നിങ്ങൾ എത്രത്തോളം തിരക്ക് കൂട്ടിയോ അത്രത്തോളം നിങ്ങളുടെ പതനം സംഭവിക്കുകയുള്ളൂ. എപ്പോഴാണോ നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സും ശരീരവും എപ്പോഴാണോ സ്വസ്ഥതയിലെത്തുന്നത് അപ്പോൾ മാത്രമേ വളർച്ച സംഭവിക്കുകയുള്ളൂ. ഒന്നുകൂടി പറയാം, എപ്പോഴാണോ നിങ്ങളുടെ മനസ്സും ശരീരവും സ്വസ്ഥമായിരിക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളിലെ വിജയം സാധ്യമാവുകയുള്ളൂ. അതിന് വളർച്ച എന്നോ നേടലെന്നോ എന്ത് പേരിട്ട് വിളിക്കാം, അതിന് നമുക്ക് വിജയമെന്ന് ഒരു തൽക്കാലം പേരിട്ട് വിളിക്കാം. ഈ സ്വസ്ഥമല്ലാത്ത മനസ്സിനകത്ത്, ശാന്തതയില്ലാത്ത ശരീരത്തിൽ, അല്ലെങ്കിൽ അതിൽ കുടികൊള്ളുന്ന മനസ്സിനകത്ത് ഒരു പുഷ്പവും വിടരില്ല, ഒരു പുല്ലും മുളക്കില്ല. നമ്മൾ പണ്ടാരും പറയാറില്ലേ, പോയ വഴിയെ പുല്ലും മുളക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ സ്വസ്ഥതയില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ വളരെ പ്രധാനമുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിന് ശാന്തതയും ശരീരത്തെ സ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണ്? എങ്ങനെയാണ് സാധാരണ? ഇപ്പൊ നോക്കൂ, 48 മണിക്കൂർ, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യമാണ്, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ശരീരത്തിലും മനസ്സിലും സമാധാനവും ശാന്തതയും അനുഭവപ്പെടാൻ സഹായിക്കുന്ന നിശ്ചിതമായ പ്രവർത്തനങ്ങൾ ആണ് പറയാൻ പോകുന്നത്. ഇത് ജേണി ടു ഹാപ്പിനെസിന്റെ ഭാഗമാണ്. ജേണി ടു ഹാപ്പിനെസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിന് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് മനസ്സും ശരീരവും ശാന്തമാക്കണമെങ്കിൽ അവിടെ ചില ക്രിയകൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ക്രിയകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാകും. അപ്പോൾ എന്തുകൊണ്ട് 48 മണിക്കൂർ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
എന്തുകൊണ്ടാണ് നമുക്ക് ഒരു 5 മിനിറ്റിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ടെക്നിക്ക് ഇതാ പിടിച്ചോ എന്ന് പറയാത്തത്? അത് ആൾക്കാർക്ക് ഇഷ്ടല്ലേ? ശരീരം മനസ്സിനെ സ്വസ്ഥമാക്കാനെങ്കിൽ 2 മിനിറ്റ് എടുത്താൽ പോരെ, 5 മിനിറ്റ് എടുത്താൽ പോരെ? എന്തിനാ ഈ 48 മണിക്കൂർ പറയണേ? സാറ് എന്ത് ഈ പറയണേ? 48 മണിക്കൂർ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന് പറയണേ. നിങ്ങൾക്ക് ഈ ചോദ്യമുണ്ട്. യെസ്, ഐ ഹാവ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. എന്തുകൊണ്ട് 48 മണിക്കൂർ? എന്തുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് സാധ്യമാവില്ല? ആർക്കെങ്കിലും ഉണ്ടോ ചോദ്യം? ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രായം എന്ന് പറഞ്ഞാൽ മതി. വെറുതെ ജസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ വിടാം, നമുക്ക് സ്കിപ്പ് ചെയ്യാം, വെറുതെ സമയം കളയണ്ട അല്ലേ. നോക്കൂ, 48 മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. മനസ്സിനെ ശാന്തപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് പറയാം 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യൂ, മനസ്സിനെ ശാന്തമാക്കാം. പറ്റില്ലേ? പറ്റില്ലേ? എഗ്രി? 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്താൽ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റില്ലേ? മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ശരീരത്തെ ശാന്തമാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അപ്പോഴും പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ടെമ്പററി പ്രതിഭാസം മാത്രമാണ്, ഒരു തരത്തിലും സിസ്റ്റം ആവില്ല. ഒരു കംപ്ലീറ്റ് സിസ്റ്റം നടക്കണമെങ്കിൽ മിനിമം ടൈമിംഗ് ഉണ്ട്. ശരീരത്തിന്റെ ചലിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രമാണ് ശരീരം അല്ലെ, ഫുൾ ടൈം വർക്ക് ചെയ്യാണ്, ഓരോ അവയവങ്ങളും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് എല്ലാ അവയവത്തിനും സ്റ്റോപ്പ് ചെയ്യാൻ തൽക്കാലത്തേക്ക് ഒന്ന് പോസ് ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ല, അത് സാധ്യമേ അല്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് എപ്പോഴൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 48 മണിക്കൂർ പറഞ്ഞത്. 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി? 2 ദിവസമാണ്. ഒരു ചാക്രികത നടക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ച ഭക്ഷണം കൃത്യമായി അതിൻ്റെ റൂട്ട് കഴിഞ്ഞ് പോകാൻ 48 മണിക്കൂർ എടുക്കും. ഏറ്റവും കുറഞ്ഞത് അത് വലിയ ചിക്കനും ബീഫും മട്ടനും ചിക്കനും കഴിച്ചാൽ 48 മണിക്കൂറിലും പോകില്ല കേട്ടോ, അതിൽ കൂടുതൽ എടുക്കും. എന്നാൽ സാധാരണ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്നത്. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം, ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടോ, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, കുറെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം എവിടെയാണ് ശാന്തത വരുത്തേണ്ടത്? എവിടെയാണ് നമ്മൾ സ്വസ്ഥമാക്കേണ്ടത്? ആദ്യത്തെ ഘടകം എവിടെയാണെന്ന് അറിയോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏത് ശരീരവും മനസ്സും രണ്ടല്ലേ നമുക്കുള്ളൂ അല്ലെ? ശരീരമാണോ ആദ്യം ശാന്തത വരുത്തേണ്ടത്, മനസ്സാണോ ആദ്യം ശാന്തമാക്കേണ്ടത്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഉത്തരം എടുത്ത് പറയാം. കമോൺ, ഏതിനാണ് ആദ്യത്തെ നിങ്ങൾ ശാന്തത വരുത്തേണ്ടത്? എവിടെയാണ് ഇഞ്ചൻ ഇരിക്കുന്നത്? ഇഞ്ചൻ എവിടെയാണ്? അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ. എവിടെയാണ് ഈ പ്രവർത്തനം ഇഞ്ചൻ നടക്കുന്നത്? എവിടെയാണ് നമ്മൾ ആദ്യം? ടൈപ്പ് കമന്റ് ചാറ്റ്. യെസ്, എവിടെയാണ് ആദ്യം വരുത്തേണ്ടത്? ഫസ്റ്റ് പറഞ്ഞ ഉത്തരം ആരാണ്? യെസ്, ഹാർട്ട് ശരീരത്തിന്റെ ഭാഗമാണ്. സൺ അത്രയും പോണ്ട. സബ് കോൺഷ്യസിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൺ സബ് കോൺഷ്യസ് ഇസ് കോൺസ്റ്റന്റ് ദർ. യു കനോട്ട് ചേഞ്ച് എനിത്തിങ് ഫ്രം ദർ. യു കൻ ഓൺലി ഫീഡ് ഇറ്റ്, യു കനോട്ട് ചേഞ്ച് ഇറ്റ്. യെസ്, സുപ്രഭ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, അതിന് രണ്ടുമുണ്ട്. പക്ഷെ ഒന്നാമത്തെ ഞാൻ ചോദിച്ചത്, രണ്ടും കെട്ടുന്നതാണ് ഘടകം. അപ്പോൾ ഓക്കെ, എവറിബഡി സേ ദ സെയിം തിങ്. മനസ്സിനെയാണ് ആദ്യം ശാന്തപ്പെടുത്തേണ്ടത്. മനസ്സ് നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡാണ് നമ്മുടെ പ്രധാനമായ ഇഞ്ചൻ എന്ന് പറയുന്നത്. ആ ഇഞ്ചനെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഐഡിയലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ശാന്തമാക്കാം, എങ്ങനെ പറ്റും എന്ന് പറയാം. മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചോദിക്കും, വാട്ട് ഈസ് മൈൻഡ്? എവിടെയാണ് ഇത് കുടികൊള്ളുന്നത്? അങ്ങനെ സംഭവം നമുക്കുണ്ടെന്നറിയാം, എല്ലാവർക്കും അറിയാം. എവറിബഡി എഗ്രി ഫോർ ദാറ്റ്. എല്ലാ ഡോക്ടർമാരും എഗ്രി ചെയ്യും, മനസ്സെന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, കാരണം സയൻസ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ സയൻസും പറയുന്നുണ്ട് there is one called as mind. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാൻ പറ്റുമോ? നോ, ഐ കനോട്ട് സേ ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അതിൻ്റെ ക്വാണ്ടം ഫിസിക്സും ന്യൂറോ സയൻസിലും ഒക്കെ പഠിച്ചു വന്ന കാര്യം വെച്ചാൽ, മനസ്സ് ഈസ് ദെയർ എവറി സെൽ ഓഫ് അവർ ബോഡി.
എല്ലാ സെല്ലിലും കുടികൊള്ളുന്ന ഒരു സംഭവമാണ് മനസ്സ് എന്നതാണ് എനിക്കിപ്പോൾ വിശ്വസിക്കാൻ താല്പര്യം. നാളെ അതാവണമെന്നില്ല. കൂടുതൽ പഠനം നടത്തുമ്പോൾ ഞാൻ ആ പഠനത്തിന് പിറകെയും പോകും. അല്ലാതെ എനിക്ക് ഇന്ന സ്ഥലത്താണ്, ഇവിടെയാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നത് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അത്രയും ഞാൻ ആയിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. എനിക്ക് അറിയാം മനസ്സ് എന്നൊരു സംഭവമുണ്ട്. അത് അപ്പം ഇനി അതിനെ കുറച്ചും കൂടി സയന്റിഫിക്കലായിട്ട് പോകുമ്പോൾ, ശാസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ, നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ശാന്തമാക്കുക എന്ന സ്വപ്നത്തിലേക്ക് പോകാം. പക്ഷെ ബ്രെയിൻ ഫുള്ളാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ബ്രെയിൻ വേവ്സിനെ എപ്പോഴാണോ നമുക്ക് കാം ഡൗൺ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ മനസ്സ് ശാന്തമാകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി. അതായിരിക്കണമെന്നില്ല, ഏറ്റവും അക്സെപ്റ്റബിൾ അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന തിയറി. അപ്പോൾ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കും? കാരണം ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ഒരാൾ ചോദിച്ച ചോദ്യത്തിനകത്താണ്. മനസ്സ് ശാന്തമാക്കാൻ നമ്മൾ നിലവിൽ പ്രയോഗിക്കുന്ന ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിളും ഏറ്റവും പ്രാക്ടിക്കലും ഏറ്റവും റിസൾട്ട് ഓറിയന്റഡുമായ ഒരേ ഒരു കാര്യമാണ്. എന്തായിരിക്കും അത്? ആർക്കും പറയാൻ പറ്റുമോ? 100% റിസൾട്ട്, 100% അക്സെപ്റ്റബിൾ ആൻഡ് 100% സിമ്പിൾ. ഒറ്റ കാര്യമുള്ളൂ. യെസ്. പറയൂ, എത്ര പേർക്ക് അതിന് ഉത്തരം അറിയാം? ഞാൻ ഇങ്ങനെയാണ് ഇത് പറഞ്ഞത്. ഇത്രയും സിമ്പിളായിട്ടേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എവ്രിബഡി നോസ് ഇറ്റ്. ദിസ് ഇസ് ദ ഓൺലി വൺ മെത്തേഡ്. ഇറ്റ്സ് യൂണിവേഴ്സ്. ഈ ലോകം തന്നെ അംഗീകരിച്ച മെത്തേഡ്. അറിയാമോ ഈ സാധനം എവിടെയാണ് ഉണ്ടായതെന്ന്? മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒറ്റ ഘടകം. ഈ മെഡിറ്റേഷൻ ഭാരതത്തിന്റെ സംഭാവനയാണ്, നമ്മുടെ നാട്ടിന്റെ സംഭാവനയാണ്. അവിടെ നിന്നാണ് മെഡിറ്റേഷൻ എല്ലാവരും ഉണ്ടായത്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ മാത്രമേ എന്ന് ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന അതാണ്. ഇനിയിപ്പോൾ എല്ലാവരില്ലാത്തത് പറയണ്ട. എനിക്കറിയാവുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ എന്ന പ്രോസസ്സാണ്. ഇത് ചെയ്യാൻ പറ്റാത്തവരാരുമില്ലല്ലോ ഇവിടെ. മെഡിറ്റേഷൻ അറിയാത്തവരാരുമില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മെഡിറ്റേഷൻ വലിയ പ്രോസസ്സുകളൊന്നുമില്ല. ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ എടുക്കുന്ന ശ്വാസം നമ്മൾ അറിയുക, പുറത്തോട്ട് വിടുന്ന അറിയുക, ശരീരത്തെ മൊത്തം ഒന്ന് നമ്മൾ തന്നെ മനസ്സ് വെന്ത്, വീണ്ടും പറയണു, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ശരീരത്തെ മുഴുവൻ റിലാക്സ് ചെയ്യിപ്പിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സുകൊണ്ട് ശ്വാസം കഴിക്കുന്നത് മനസ്സിലാക്കുക, ശ്വാസം പുറത്തോട്ട് വിടുക, എന്നിട്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ കാം ഡൗൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കും. നോക്കണേ, ഒരേ സാധനം കൊണ്ട് എന്തിനെയാണോ മുള്ളുകൊണ്ട് മുള്ളാലെടുക്കുക എന്ന് പറയുന്ന പോലെ പ്രക്ഷുബ്ധമായ മനസ്സിന് ഒരു ഷിഫ്റ്റിംഗ് കൊണ്ട് അതേ മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയക്കാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ മെഡിറ്റേഷൻ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ, ഉത്തരം എങ്ങനെയാണ്? നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തതപ്പെടുത്താനായി മെഡിറ്റേഷൻ ചെയ്യുക. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. എന്തുകൊണ്ട് 48 മണിക്കൂർ എന്ന് വെച്ചാൽ മിനിമം 48 മണിക്കൂറിൽ 4 പ്രാവശ്യം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് എല്ലാ തിരക്കുകളും ഒഴിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂർ 4 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴാ? രാവിലെയും വൈകിട്ടും, രാത്രിയും. രാവിലെയും രാത്രിയും നമുക്ക് പറ്റും. അതിന് വേറെ സമയമില്ല, ഒരു വിഷയമില്ല. 2 ദിവസം ചെയ്യും. 4 ദിവസമായ 4 പ്രാവശ്യമായോ? 4 പ്രാവശ്യം വ്യക്തമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് റിസൾട്ട് 100% ലഭിച്ചിരിക്കും. വ്യക്തമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്ക്. ഇനിയിപ്പോൾ ചോദിച്ച ചോദ്യം, മെഡിറ്റേഷന്റെ സമയം എത്രയാണ്? അങ്ങനെ ഒരു സമയം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ മെഡിറ്റേഷൻ ലെവലിലേക്ക് പോകാൻ പറ്റുന്നത് അതാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ ടൈം. ചിലവർക്ക് 5 മിനിറ്റ് കൊണ്ടുപോകാം, ചിലവർക്ക് 3 മിനിറ്റ് കൊണ്ടുപോകാം, ചിലവർക്ക് 20 മിനിറ്റ് കൊണ്ട് ചെയ്യാം, ചിലവർ 34 മിനിറ്റ് കൊണ്ട് ചെയ്യാം, ചിലവർ അരമണിക്കൂർ, ചിലവർ 1 മണിക്കൂർ ഇരുന്നാലും ഒരു ഗുണവും കിട്ടില്ല. അപ്പൊ അത് ഓരോ ആളുടെയും മൈൻഡിനെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ ലോകത്ത് ഇത്ര സമയമെന്ന് ആർക്കും നിർവചിക്കാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ മനസ്സും പ്രകൃതിയുമായിട്ടുള്ള കണക്ടിവിറ്റിയാണ്. എപ്പോഴാണോ നിങ്ങളുടെ മനസ്സാൽ നിങ്ങളുടെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ആ സമയത്തിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര സമയം എടുക്കുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അതിന്റെ സയന്റിഫിക് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ന്യൂറോ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണോ നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസിയെ
അല്ലെങ്കിൽ നമ്മളെ തരംഗത്തെ, ശരീര തരംഗത്തെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നത്, നമ്മൾ പുറപ്പെടുവിക്കുന്ന വൈബ്രേഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്, അത് ബീറ്റയിൽ നിന്നും ആൽഫയിലേക്കും, ആൽഫയിൽ നിന്നും ഡെൽറ്റയിലേക്കും, ഡെൽറ്റയിൽ നിന്നും തീറ്റയിലേക്കും പോകുന്ന പ്രക്രിയ എപ്പോഴാണോ അപ്പോഴാണ് പൂർണ്ണമായും മെഡിറ്റേഷൻ സംഭവിക്കുന്നത്. അപ്പൊ എത്ര സമയം എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അത് ഇരുന്നിട്ടോ കിടന്നിട്ടോ നിന്നിട്ടോ എന്നതൊക്കെ ഓരോ ആളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമുക്ക് 2 ശരീരമുണ്ടെന്നറിയാമല്ലോ. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും, 2 ശരീരങ്ങൾ ചേർന്നാണ് നമ്മൾ. ഈ എനർജി എന്ന് പറയുന്ന സാധനം സൂക്ഷ്മ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അവിടെയാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ചക്രാസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ചക്രാസ് വേറൊന്നുമല്ല, ട്രാൻസ്ഫോമറുകൾ അല്ലെ. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കറണ്ടിന് തൊട്ടടുത്ത് വീടിന് മുമ്പിൽ ഒരു ചെറിയ ട്രാൻസ്ഫോമർ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം പോലെ നമ്മുടെ ശരീരത്തിൽ 7 ഭാഗങ്ങളായി ഈ സാധനം കിടക്കുന്നുണ്ട്. ഇത് കൃത്യമായി അലൈൻ ചെയ്താൽ മാത്രമാണ് ജീവിതം സക്സസ് ആവുക. അങ്ങനെ കൃത്യമായി വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാവും. അതാണ് ചക്രാസിന്റെ പ്രത്യേകത. സിമ്പിളായിട്ട് പറയുന്നത്, ഇതൊക്കെ കുറേ പറയേണ്ടതാണ്. ഇവിടെ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് പറയാണ്. അപ്പോൾ ഈ സുഷുമ്ന നാഡി അല്ലെ, അതല്ലേ നമ്മുടെ പ്രധാന ഊർജം പ്രകടിക്കുന്ന സാധനം. ഈ ഇവിടെ തലയോട്ടിൽ നിന്ന് താഴോട്ട് എത്തുന്ന കംപ്ലീറ്റ് മെയിൻ സർക്യൂട്ട് അതാണ്. നമ്മുടെ മെയിൻ സർക്യൂട്ട് അതാണ് സുഷുമ്ന നാഡി. ആ സുഷുമ്ന നാഡിയിലേക്കുള്ള തരംഗങ്ങൾ കൃത്യമായി പോകണമെങ്കിൽ നടു നിവർന്ന് നിൽക്കണം. നടു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ സുഷുമ്ന നാഡിയിൽ നടക്കുന്ന സ്പന്ദനങ്ങൾ നല്ല ഗതിയിൽ പോകും. ആ നല്ല ഗതിയിൽ പോകണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കാല് ചമ്രം അടിഞ്ഞ് നമ്മുടെ മൂലാധാര ചക്രം ഭൂമിയിൽ സ്പർശിക്കുന്ന തരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇതെപ്പോഴാണോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ബോഡി ഉണ്ടാകുന്നത്, അവന് ഊർജത്തിന് ഒരിക്കലും കുറവുണ്ടാവില്ല. അവൻ ഫുൾ ആക്റ്റീവായിരിക്കും. ഈ ഇരിക്കുന്ന പോലെ സദാ പുഞ്ചിരിയോടുകൂടി എന്നും ആക്റ്റീവായിട്ട്, ആൾക്കാർ മുമ്പിൽ കിട്ടിയാലും ഇല്ലെങ്കിൽ എന്നും ആക്റ്റീവായിരിക്കുന്നത് ഈ സാധനം ആക്റ്റീവ് ആവണം. ഇതിന് കുറേ പ്രോസസ്സുകളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഞാൻ വീണ്ടും തിരിച്ചു വരാം. ഈ സാധനം നമുക്ക് ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ മനസ്സിനെ ശാന്തതപ്പെടുത്തണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം. ഏതാണ്? ഊർജം വേണം അല്ലേ? ഊർജം ഉണ്ടായാലേ സാധ്യമുള്ളൂ. അപ്പൊ ശരീരം വേണം. ഏത് ശരീരം? സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരവും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കണം. അത് ഊർജ്ജസ്വലമായി നിൽക്കണം. അപ്പോൾ മനസ്സും സ്വസ്ഥമാകും, നിങ്ങളുടെ ജീവിതവും സ്വസ്ഥമാകും. അതിന് ചെയ്യേണ്ട പ്രക്രിയയുടെ പേരാണ്, എന്തായിരിക്കും അതിന് ചെയ്യേണ്ടത്? ശരീരത്തെ ഊർജ്ജസ്വലമായി നിർത്താൻ നമുക്ക് വേറൊരു പ്രക്രിയ ഉണ്ടല്ലോ, എന്ന് പറയാൻ പറ്റുമോ? സിമ്പിളായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ഒരു പ്രക്രിയയുണ്ട്. അത് രണ്ടും, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും രണ്ടും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു സാധനമേ ലോകത്തുള്ളൂ. ഒറ്റ സാധനം. കറക്റ്റ്. ദ ഫസ്റ്റ് ആൻസർ കംസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ, ഞാനിത് എന്ത് പഠിപ്പിക്കാനാണ്? എല്ലാവരും ഉത്തരം പറയുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഇതൊക്കെ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെക്കാളും ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച് കേട്ടോ. ഇതെല്ലാം അറിയുന്നു, പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്നതിന് മാത്രമേ നമുക്ക് മടിയുള്ളൂ കേട്ടോ. യോഗ എല്ലാ ദിവസവും ഉള്ള യോഗ, അത് ശരീരത്തെയും മനസ്സിനെയും ഉണർത്തുന്ന ഏകമായ സാധനം. യോഗ പ്രാക്ടീസ് ചെയ്യാൻ മെഡിറ്റേഷൻ കിട്ടും, യോഗയും കിട്ടും. ഒരു വെടിക്ക് 2 പക്ഷി അല്ലെ? ഈ ഒറ്റ സാധനം ലോകത്തുള്ളൂ യോഗ, വേറെ ഒന്നിലും ഇതില്ല. 3 കാര്യങ്ങൾ ഒന്നിച്ച് നിയന്ത്രിക്കുന്ന ഒരേ ഒരു സാധനമാണ് യോഗ. എത്ര പേർക്ക് അതറിയാം? എത്ര പേരത് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നു? എൻ്റെ സഹോദരങ്ങളെ, അവിടെ എല്ലാവരോടും പറയുന്ന സുഖതാണ്, നിങ്ങൾ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ആദ്യം നിങ്ങൾ സ്വന്തമായി ചെയ്യരുത്. ഒരാളെടുത്ത് പോയിട്ട്, യോഗ ഇൻസ്ട്രക്ടർ അടുത്ത് പോയി പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുക സ്വന്തമായിട്ട്. 1/2 മണിക്കൂർ നേരേ ഉള്ളൂ. മാക്സിമം നമുക്കൊന്ന് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ, ശരീരത്തെ ഊർജ്ജസ്വലമാക്കാൻ 1/2 മണിക്കൂർ ചെയ്താലും മതി. ഞാൻ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും യോഗക്കാരൻ എൻ്റെ അടുത്ത് പറയരുത് സാറെന്താ 1/2 മണിക്കൂർ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. 1/2 മണിക്കൂർ മതി എന്നാണ് പറഞ്ഞത്. ബാക്കി ചെയ്ത് അത്രയും നല്ലതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ 1/2 മണിക്കൂർ ചെയ്താലും ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു. എന്താണ്? 2 കാര്യം ചെയ്യുന്നതിലൂടെ 3 ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായി. ഒന്ന്, മനസ്സിനെ സമാധാനമാക്കാൻ മെഡിറ്റേഷനിലൂടെ പറ്റി. ശരീരത്തെ സമാധാനപ്പെടുത്താൻ, സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും രണ്ടിനെയും ഊർജ്ജസ്വലമായി നിർത്താൻ യോഗയിലൂടെ സാധിച്ചു. ഇത് രണ്ടും മറക്കാതെ ചെയ്യുക. 2 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ നാളെ പറഞ്ഞു സാറെന്തായി പറഞ്ഞ് 48 മണിക്കൂറിൽ എനിക്കൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ പരീക്ഷണത്തിന് എത്ര പേർ റെഡിയാണ്? പരീക്ഷണത്തിൽ എത്ര പേര് ഇന്ന് റെഡിയാണ്? ഇന്ന് മുതൽ
മെഡിറ്റേഷൻ യോഗയും ഞാൻ 48 മണിക്കൂർ ചെയ്യും. എത്ര പേര് റെഡിയാണ്? ഒന്ന് കേൾക്കട്ടെ. നേരത്തെ പറഞ്ഞവർക്ക് ഇതെല്ലാം അറിയാം സാറേ, പ്രാവർത്തികമാക്കാൻ റെഡി. എന്നാൽ ഇന്നൊരു ചേഞ്ച് എടുക്കാം, നമുക്കൊരു ചലഞ്ച് എടുത്തേക്കാം, ഒരു കറേജ് എടുത്ത് കളയാം, റിസൈലൻസ് ആയി കളയാം, ബൗൺസ് ബാക്ക്. കമോൺ, ഇന്ന് മുതൽ നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഹാൻഡ് റൈസിങ് പറ്റില്ല, നമുക്ക് എൻഡ് ഓഫ് ദ സെഷൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും റെഡി ആയവരെല്ലാം എഴുതി വെച്ചോളൂ. നിങ്ങളുടെ മുന്നിൽ ബുക്കുണ്ടോ, പെന്നുണ്ടോ? പെന്നും ബുക്കും ഉള്ളവർ എഴുതി വെച്ചോ, ഒരു പ്രതിജ്ഞ എഴുതി വെച്ചോളൂ. ചെയ്യുന്നവർ വെരി ഗുഡ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. നിങ്ങള് വിശ്വാസപ്രകാരമായിട്ടും എല്ലാമായിട്ടും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇന്ന് 3 ഗണിതങ്ങൾ ഉള്ള ദിവസമാണ്. 9/9/2024. 9/9 3 ഗണിതങ്ങൾ. 24 എന്ന് വെച്ചാൽ 2 + 4 6. 3 എല്ലാ ഭാഗങ്ങളാണ്. എന്താ 3 പ്രത്യേകത എന്നറിയോ? 3 പ്രത്യേകത നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്. 2 പ്രത്യേകതകൾ ഞാൻ പറയാം. വിശ്വാസപ്രകാരമായിട്ട് 2 പ്രത്യേകതകൾ പറയാം. ഒന്ന്, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 3rd ഡയമെൻഷനിലാണ്. 3 ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ജീവിതത്തിനുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഹിന്ദുമത സംസ്കാര പ്രകാരം വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അത് നമ്മൾക്ക് ത്രിമൂർത്തികളാണ് നമ്മുടെ ദൈവ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് 2, 3 കൂടുന്നതാണ് 3 എന്ന സംഖ്യക്കുള്ള പ്രത്യേകത. ഇത് വെറുതെ ഇതിന്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. 9/9 ഒരുപാട് പ്രത്യേകത. അപ്പൊ ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളാം, ഞാനതിന് ആൻസർ പറയാം. എഴുതി വെച്ചോളാം. ഇന്ന്, അതായത് 9/9/2024. ഇന്ന് 9/9/2000 എഴുതിക്കോളൂ. ഇന്നത്തെ പ്രതിജ്ഞയാണ്. പെട്ടെന്ന് എഴുതണം, സമയം നമുക്ക് ഷോർട്ടാക്കാം. യെസ്, ജീസസ് ഈസ് നിയർ. ദാറ്റ്സ് ഓൾ തിങ്സ് യൂണിവേഴ്സ് സെയിം ഡിയർ. എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് എല്ലാ സങ്കല്പങ്ങളും ഒന്ന്. ദൈവത്തിലൂടെയുള്ള അർപ്പിതമായ ജീവിതമാണ് നമുക്ക്. അതുകൊണ്ട് മതം, ജാതി, വ്യത്യാസം ഒന്നും നമുക്ക് വ്യത്യാസമില്ല. എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്. അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. ഓക്കെ, ഇന്ന് 9/9/2024 ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിനെ മാറ്റപ്പെടുത്താനായി ദിവസവും മനസ്സിനെ മെഡിറ്റേഷനിലൂടെയും ശരീരത്തെ യോഗയിലൂടെയും അഭിവൃദ്ധിപ്പെടുത്താൻ തയ്യാറാണ്. അല്ലേ? ഓക്കെ, ഇന്ന് അത് ഒന്നുകൂടി പറയാം. ഇന്ന് 9/9/2024 എന്താ ഞാൻ പറഞ്ഞത്? എൻ്റെ കയ്യിൽ നിന്ന് പോയി. 24 മുതൽ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ, മനസ്സിനെ മാറ്റപ്പെടുത്താൻ മെഡിറ്റേഷനും ശരീരത്തിനെ അഭിവൃദ്ധിപ്പെടുത്താൻ യോഗയും പ്രാക്ടീസ് ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എങ്ങനെയായാലും എഴുതിക്കോ, ചെറിയ വ്യത്യാസമൊന്നും പ്രശ്നമില്ല, വേർഡൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ആ മീനിങ് കറക്റ്റായാൽ മതി. നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നത് മാത്രം കറക്റ്റായാൽ മതി. എല്ലാവരും എഴുതിയല്ലോ? ഒന്നുകൂടി കറക്റ്റായിട്ട് എഴുതിക്കോളൂ. അപ്പോൾ ഇത് മറക്കരുത്. ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഈ 2 സാധനം മറക്കാതെ ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യുന്നവർക്ക് സ്വന്തമായി ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് വരാം. ഇല്ലെങ്കിൽ 2നും ഇവിടെ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ ഓപ്ഷൻ ഉണ്ട്. അതും കൂടി പറഞ്ഞു പോവാം. നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യണോ? നമ്മൾ രാവിലെ 50 60 ആൾ കൂടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് 1 മണിക്കൂർ നേരം. എല്ലാവർക്കും എന്താ പറയുക, അമേസിങ് റിസൾട്ടുകൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും. 50ഓളം ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ട്. രാവിലെ 5:25 ജോയിൻ ചെയ്യണം. 5:30 മണിക്ക് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. 6 മണി വരെ 5:55 വരെയുള്ള 25 മിനിറ്റ് നേരം മെഡിറ്റേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് റിലാക്സേഷൻ. 6 മണിക്ക് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ഹാപ്പിനെസ്, വെൽത്ത്. ഇനിയിപ്പോൾ ഹെൽത്തും കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് പോലെ ഇത്രയും കാര്യങ്ങൾ അഫർമേഷൻ എഴുതും. 3 തവണ എഴുതും. 3 തവണ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മളത് ഉരുവിടും. അത് പ്രാവർത്തികമാക്കും.
ഇങ്ങനെയാണ് മെഡിറ്റേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പ്രാക്ടീസ് എല്ലാ ദിവസവും നടക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം. നമ്മുടെ അഫർമേഷൻ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ദിവസവും അത് ഇടുന്നുണ്ട്. അത് ഒന്ന് ഇട്ടത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറേ ദിവസത്തേക്ക് ഒന്ന് തന്നെ മതി, കുറേ ദിവസവും മാറ്റരുത്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർ ചെയ്യുക. ഇതവിടെ ഫ്രീ ഗ്രൂപ്പിലും കിട്ടുന്നുണ്ട്. പെയ്ഡ് വെർഷനിൽ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഡയറക്റ്റ് ഇരുന്നിട്ടാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഇരുന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇതുണ്ട്. ഇനി യോഗയുടെ കാര്യത്തിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ്. യോഗയുടെ കാര്യത്തിൽ ഞാൻ ഡയറക്റ്റ് യോഗ ചെയ്യുന്നില്ല ഇവിടെ നിന്ന്. കാരണം ഞാൻ യോഗയല്ല ചെയ്യുന്നത്, ഞാൻ എക്സസൈസ്, ഞാൻ ജിമ്മിലാണ് പോകുന്നത്. കാരണം യോഗ എനിക്ക് ഇവിടെ കുറച്ച് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ യോഗ ചെയ്യുന്നത് പകരം ഞാൻ ജിംനേഷ്യത്തിൽ പോയിട്ടാണ് യോഗയും രണ്ടും മിക്സപ്പ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. യോഗ ചെയ്യുന്ന ആൾ നമ്മുടെ ഉണ്ട്. ഹാപ്പിനെസ് മാസ്റ്ററി തന്നെ നമ്മുടെ തന്നെ എൻ്റെ സഹോദരി തന്നെ ഒരു കോ സിസ്റ്റർ തന്നെ യോഗ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഏകദേശം 40-50 സ്റ്റുഡൻസ് അവരോട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അഡ്മിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്പർ അവർ അയച്ചു തരും. എനിക്കൊന്ന് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം ഞാൻ. ബിന്ദു ഇവിടെ ഉണ്ടോ? ലൈനിൽ ഉണ്ടോ ബിന്ദു? ഉണ്ടെങ്കിൽ ബിന്ദുവിൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് യോഗ അവരെടുത്ത് കൂടെ പോകാം. ഞാൻ ബിന്ദുവിൻ്റെ നമ്പർ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്ത് തരാം. അഡ്മിൻ ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ അല്ല, നമ്മുടെ കൂടെയുള്ള ഒരാൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകാം. 97155998 9497155998 ഇതിൽ വിളിച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾ വിളിക്കരുത്. കഴിഞ്ഞ് മെസ്സേജ് അയച്ചാൽ അവർ ഫ്രീ ആകുമ്പോൾ ബന്ധപ്പെടും. യോഗ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം. 2 കാര്യങ്ങൾ. ഇനി ഇത് രണ്ടും ഞാൻ പറഞ്ഞു. ഇത് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് യോഗ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കതിന് സാഹചര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് എന്ന് പറയുന്ന സിമ്പിൾ ഫോർമാറ്റ്. എന്തൊക്കെയാണ് സിമ്പിൾ എക്സസൈസ്? നിങ്ങൾ വെറുതെ രാവിലെ വീട്ടിൽ പുറത്തിറങ്ങുക, അല്ലേ? 2 കാര്യമുണ്ട്. അത് വരുന്ന 2 കാര്യം ഒന്നിച്ച് പറയാം ഇവിടെയും. ഈ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? 2 things എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ? എവറിബഡി ക്യാൻ ഡു ദിസ്? യെസ് ഓർ നോ? ഞാൻ ഈ പറഞ്ഞ 2 കാര്യം ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇത്രയും ആളെ കമന്റ് ചെയ്യാൻ നോക്കട്ടെ. ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ പറയും, സാർ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. കമന്റ് സ്പീഡ് പോരാ. ഇതൊക്കെ 140 ആൾക്കാരുണ്ട്. ടക്കാന്ന് വരണം. ചെയ്യാൻ നമ്മൾ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞേ, പ്രോമിസ് എഴുതി കഴിഞ്ഞ് ഇനി ചെയ്യാതിരിക്കാൻ രക്ഷയില്ല. ഇനി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചില ആള് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമല്ലേ? ഞാൻ തന്നെ കോഴ്സ് എടുക്കണോ സൗന്ദര്യത്തിന്റെ? വേണോ? വെളുപ്പിക്കാൻ മെഡിറ്റേഷൻ, നേരം വെളുക്കാൻ മെഡിറ്റേഷൻ ഉണ്ട് കേട്ടോ. പറയാൻ കുറച്ച് നേരത്തെ പോയിട്ട് കടൽക്കരയിൽ പോയി മെഡിറ്റേറ്റ് ചെയ്താൽ നേരം വെളുത്തോളൂ. അല്ലെ നിങ്ങൾ വെളുക്കാൻ പണ്ടൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും വിഷയമല്ല കേട്ടോ. അതൊക്കെ സിമ്പിളാണ്. ഇതൊന്നും വെറുതെയുള്ള കോംപ്ലക്സിറ്റിയാണ്. ആരാ പറഞ്ഞു വെളുത്തല്ലെങ്കിൽ വെളുത്താൽ മാത്രമേ സൗന്ദര്യമുള്ളൂ? ഓക്കെ, അതിലൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടില്ല. എന്നാൽ കുറേ പേരുണ്ട് കേട്ടോ കമന്റ് ചെയ്യാതെ അടങ്ങിയിരിക്കണം. ഞാനിപ്പോൾ എൻ്റെ മെഡിറ്റേഷൻ യോഗ ഇത്രയും കാലം പോയി, ഇനി എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? ഇല്ല. നിങ്ങൾ പ്രോമിസ് എഴുതിയവർ എന്തായാലും യോഗ എക്സസൈസ് പറ്റാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി, നിങ്ങൾ ആരായാലും ജീവിതത്തിൽ ഒരു 10 വർഷം മുമ്പേ അങ്ങോട്ട് പോകാൻ തയ്യാറായിക്കൊള്ളാം. 10 വർഷം മുമ്പേ പോകാൻ തയ്യാറായി. മെഡിറ്റേഷൻ മാത്രം ചെയ്തുകൊണ്ട് ഒരു ബെനിഫിറ്റും കിട്ടില്ല. മനസ്സിന് മാത്രം നിയന്ത്രണം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ശരീരത്തിന് കിട്ടണം. കാരണം അതും കൂടി പറഞ്ഞു തരാം അല്ലെ? എന്തിനാണ് ശരീരത്തിന് ഊർജ്ജസ്വലമാക്കേണ്ടതെന്ന് അറിയോ? എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശരീര പ്രവർത്തനത്തിൽ നമുക്കെല്ലാം മസിൽസ് ആണ് അല്ലെ? അറിയാലോ? ടിഷ്യൂസ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിൽ. ഈ ടിഷ്യൂസ് കൃത്യമായി ആക്റ്റീവായി നിൽക്കണമെങ്കിൽ 2 ഘടകങ്ങൾ വേണം. അറിയാലോ? ടിഷ്യൂസ് ആക്റ്റീവായി നിൽക്കണമെങ്കിൽ 2 ഘടകങ്ങൾ വേണം. അത് ഒന്ന് ഓക്സിജനും, രണ്ടാമത്തത് വെള്ളവുമാണ്. വെള്ളം തന്നെ രക്തമാണ്. ഇത് രണ്ടും കൃത്യമായി ടിഷ്യൂസിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ടിഷ്യൂസ് എല്ലാം അല്ലെങ്കിൽ മസിൽസ് എല്ലാം ആക്റ്റീവായി നിൽക്കുള്ളൂ. മസിൽസ് എല്ലാം ആക്റ്റീവായി നിന്നാൽ മാത്രമേ, അറിയാലോ, നമുക്കത് ബയോളജിക്കലൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഒരുപാട് കോശങ്ങൾ ദിവസേന മരിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും കോശങ്ങളോ അതിൽ കൂടുതലോ കോശങ്ങളോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓക്സിനേറ്റഡ് ബ്ലഡ് സപ്ലൈ. ദാറ്റ്സ് കറക്റ്റ് സാർ. താങ്ക് യു വെരി മച്ച്. എനിക്ക് അത്രയും ടേംസ് അറിയില്ല. നിങ്ങൾ
ഡോക്ടർമാർ പറയുന്ന ടേംസ് ആണ്. താങ്ക് യു വെരി മച്ച്. ഓക്സിനേറ്റഡ് ബ്ലഡ് സപ്ലൈ, ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ ശരീരം എനർജറ്റിക് ആവുള്ളൂ. ശരീരം എനർജറ്റിക് ആവാതിരുന്നു കഴിഞ്ഞാൽ ഈ സെൽസുകളെല്ലാം മരിച്ചു പോവുകയുള്ളൂ. അതായത് അവിടെ വീണ്ടും ജനിക്കില്ല. വീണ്ടും കോശങ്ങൾ ജനിക്കാതിരിക്കും. എന്ത് സംഭവിക്കും? 40 വയസ്സാകുമ്പോഴേക്കും നമ്മളൊരു 60-ലെത്തിയിരിക്കും. എൻ്റെയൊക്കെ ഇപ്പം എനിക്കെത്ര വയസ്സ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നില്ല കേട്ടോ, എന്നാലും നിങ്ങൾ പറയും. എന്നാലും ഉള്ളതിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഊർജ്ജസ്വലമായി നിൽക്കണമെങ്കിൽ അത് നിങ്ങളുടെ കോശങ്ങളുടെ റിജുവിനേഷനിലൂടെ സാധിക്കുള്ളൂ. റിജുവിനേഷൻ ഉണ്ടാവണമെങ്കിൽ എക്സസൈസ് മസ്റ്റാണ്. അതിന് മൂവ്മെന്റ്സ് നടക്കാത്തടത്തോളം കാലം അത് റിജുവിനേറ്റ് ആവില്ല. സിമ്പിളായിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല, ബാക്കി ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഇത്രയും പറഞ്ഞ് തീരില്ല നമ്മുടെ സംഭവം. ഇനി 3-ാമത്തെ കാര്യം, നിങ്ങൾ മെഡിറ്റേഷൻ യോഗയും പ്രാക്ടീസ് ചെയ്യാന്ന് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞു. ഇത് പറ്റാത്തവർക്ക് ഉള്ള പരിപാടിയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഞാൻ ചില ഫാമിലീസിനെയൊക്കെ ഇവിടെ ഇരുന്ന് കണ്ട് അവർക്ക് രാവിലെ എക്സസൈസ് ഒന്ന് സജസ്റ്റ് ചെയ്യാം. കാരണം എന്താ, 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന് പറയണോ? 1-ാമത്തെ കാര്യം, എക്സസൈസ് രാവിലെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കൈയും കാലൊക്കെ ഒന്ന് അനക്കി പിടിച്ച് നന്നായിട്ടൊന്ന് കുലുങ്ങി നടന്നു കഴിഞ്ഞാൽ എക്സസൈസായി, അത് മതി. കുറേയൊക്കെ മാറ്റം വരും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരും പറയാത്ത ഒരു സീക്രട്ട് ഞാൻ പറയാം. നിങ്ങൾ അങ്ങനെയാണ് 30 ദിവസവും എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരേപോലെ നടത്തം, ഒന്ന് വേർത്ത് വരാമെന്നുള്ള ഒരേപോലെയാണ് നിങ്ങൾ 30 ദിവസവും നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ ദിവസവും ഒരേപോലെ എക്സസൈസ് ചെയ്യാണ്, ഒരേ യോഗ ചെയ്യുകയാണ്, ഒരേ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. മെഡിറ്റേഷൻ പ്രശ്നമല്ല, അത് വേറെ പ്രോസസ്സാണ്. എന്തെങ്കിലും ഗുണമുണ്ടാവും തോന്നുന്നുണ്ടോ? ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഒരു ഗുണവും കിട്ടില്ല, ഒരു ഗുണവും കിട്ടില്ല. നിങ്ങൾക്ക് ജിമ്മിൽ പോവുകയാണ്, എല്ലാ ദിവസവും ഒരേ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ഗുണം കിട്ടില്ല. കാരണം ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് ഒരു സിസ്റ്റമുണ്ട്. അത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ അത് ഹാബിറ്റാക്കി എടുത്തു കളയും. നിങ്ങൾ എല്ലാ ദിവസവും നടക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കാൻ ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടിരുന്നാൽ ഇത് ശരീരം അതിനെ ഇതൊരു ഹാബിറ്റായി മാറ്റും. പിന്നെ അവിടെ എക്സസൈസ് ഇല്ല. അതങ്ങനെ പ്രോസസ്സാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നടക്കും. ഒരു ദിവസം ഇങ്ങനെയും ഒരു ദിവസം ഇങ്ങനെയും ഒരു ദിവസം ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചെയ്യുകയും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 1 കിലോമീറ്റർ നടക്കുകയാണ് നിങ്ങൾ എക്സസൈസ് എങ്കിൽ, നിങ്ങൾ നാളെ 1 കിലോമീറ്റർ നടക്കരുത്. നിങ്ങൾ 100 മീറ്റർ നടന്നാൽ മതി. പക്ഷെ അത് നടക്കുന്നത് റിവേഴ്സ് ഗിയറിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് കൊളാപ്സായി മാറും. ഒരാളെ കൊണ്ട് ഇത് പറ്റിയാൽ പറഞ്ഞാൽ, നിങ്ങൾ 1 കിലോമീറ്റർ, എന്നോട് പറഞ്ഞു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഞാനൊക്കെ 7 കിലോമീറ്റർ ഒക്കെ നടന്ന സമയമുണ്ട് കേട്ടോ. 7 കിലോമീറ്റർ ഒക്കെ നടക്കും ചില സമയം, ഒറ്റ നടത്തും. അപ്പം മൈൻഡൊക്കെ ഭയങ്കര റീഫ്രഷ് ആവും. ഞാൻ ഒരു മൊബൈൽ പോലും കൊണ്ടുപോയില്ല, നടക്കുമ്പോൾ മൊബൈൽ എടുക്കില്ല, ഒന്നും എടുക്കില്ല, വാച്ച് മാത്രം കിട്ടുള്ളൂ. അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി 7 കിലോമീറ്റർ ഒക്കെ നടന്നു. വീട്ടിലെത്തുമ്പോഴാണ് 7 കിലോമീറ്റർ നടന്നുണ്ടാവും. ഭയങ്കര വ്യത്യാസമാണ്. സ്വിമ്മിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം നീന്തു, അത് കുറേ കാര്യം. പക്ഷെ അതിലേക്കല്ല ഞാൻ വരുന്നത്. അത് എപ്പോഴെങ്കിലുമാണ്, എല്ലാ ദിവസവും അല്ല. നിങ്ങൾ 1 കിലോമീറ്റർ നടക്കുന്നയാൾ, നിങ്ങൾ വേർത്തത് കൊണ്ടൊന്നും മാത്രം കാര്യമില്ല കേട്ടോ. നമ്മൾ ആക്ടിവിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കണം. കാരണം ബ്രെയിൻ സിമുലേറ്റ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റിയെ ഡിഫറൻറ്റ് ചെയ്യണം. സെയിം ആക്ടിവിറ്റി ആണെങ്കിൽ അവിടെ ബ്രെയിനിന് വർക്കില്ല. നടക്കുകയാണെങ്കിൽ ബ്രെയിനിന് പിന്നെ എന്ത് വർക്കാണല്ലേ, അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ബ്രെയിനും കൂടി വർക്ക്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനും ബ്രെയിനും ഒന്നിച്ച് കിട്ടണം. അപ്പോൾ നിങ്ങൾ നടക്കുന്നതിന് റിവേഴ്സ് ഗിയറിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കാല് നേരെ ഇങ്ങനെ നടക്കുന്നതിന് പകരം കാൽ കുത്തി നടന്നു നോക്കുമ്പോൾ മൊത്തം മാറും. ബ്രെയിൻ ആകെ കൊളാപ്സ് ആവും. കംപ്ലീറ്റ് എക്സസൈസ് ആവും. ഞാൻ സിമ്പിളായിട്ടൊരു ടെക്നിക്ക് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എക്സസൈസ് അതുപോലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കില്ല. ഇങ്ങനെ ടെക്നിക്കുകളൊന്നും അറിഞ്ഞിരിക്കണം. 4-ാമത്തെ കാര്യം, ഇതൊക്കെ ചെയ്തു ശരിയാണ്, അടിപൊളിയാണ്. ശരീരം മെഡിറ്റേറ്റ് ചെയ്തു, യോഗ ചെയ്തു, എക്സസൈസ് ചെയ്തു. മറ്റൊരു സാധനത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല 2 ചിക്കൻ ലെഗുകളും അല്ലേ, ബീഫ് ഉലർത്തിയതും അല്ലേ, ഇതൊക്കെ വേണ്ടേ? നല്ലൊരു സുഖമുള്ളൂ ഇത്രയൊക്കെ ചെയ്തതല്ലേ. ഭക്ഷണം, ആരോഗ്യകരമായ ജീവിതത്തിന്, ആരോഗ്യകരമായ മനസ്സിന് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഫുഡാണ് ഇമ്പോർട്ടൻ്റ്? ഏത് ഫുഡ് കഴിക്കുന്നു എന്നതല്ല ഇമ്പോർട്ടൻ്റ്, ഏത് ഫുഡാണ് കൃത്യമായി ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഇമ്പോർട്ടൻ്റ്.
ഫുഡ് ഏത് കഴിക്കുന്നു എന്നുള്ള യാതൊരു പ്രത്യേകം ഞാൻ പറയുന്നില്ല, അത് മറ്റൊരു ഘടകമാണ്. പ്രോട്ടീനും ബയോട്ടിക്കും അതൊക്കെ മറ്റൊരു ഘടകമാണ്. പക്ഷേ നമ്മളുടെ ശരീരത്തിന്റെ ഊർജത്തിന്റെ 40% വിനിയോഗിക്കുന്നത് ദഹന പ്രക്രിയക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഭക്ഷണം കഴിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു, എന്നിട്ട് അതിന് 40% കൊണ്ടുപോയിട്ട് അതേ അടുത്ത് കഴിക്കുന്ന ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നടക്കുമോ? ബാക്കി എനിക്ക് എന്താ ബാക്കിയുള്ള ബാലൻസ് ഡയറ്റൊക്കെ ഞാൻ അതിലേക്കൊന്നും പോകുന്നതിന് ഞാൻ സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്. ഹെൽത്തി ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. എന്താണ് ഹെൽത്തി ഫുഡ്? ഡൈജഷൻ കറക്റ്റായി കിട്ടുന്ന പ്രോട്ടീനും ബാക്കി എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയി കിട്ടുന്ന സാധനം മാത്രമേ കഴിക്കാവൂ. ഫുഡ് കൃത്യമായി കഴിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ സമയം, അതിൻ്റെ ഹെവി കാർബോഹൈഡ്രേറ്റുകൾ ഇല്ലാത്ത ഫുഡുകൾ, എന്താ പറയുക, വയറ്റിൻ ഹെവി അല്ലാത്ത ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കണം. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി ബാക്കിയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില ആൾക്ക് ചോറ് കിട്ടാതെ ജീവിക്കാനേ പറ്റില്ല. വെരി സോറി ടു സേ ദാറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ വന്ന് നിർത്തിക്കോളൂ. ഒരേ ഫുഡിൽ നിൽക്കരുത്. ചോറിലാകെ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഷുഗർ മാത്രമാണുള്ളത്. അപ്പോൾ ബാക്കി ബാലൻസ് ഫുഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ചില ആൾ പറയും, എന്ത് പറഞ്ഞാലും സാറേ ബാക്കിയെല്ലാം മാറ്റാം, ചോറ് ഒരു നേരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി. എവിടെ പോയി എന്നായി പറയണേ? ചോറില്ലാത്ത നാട്ടിൽ പോയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അവിടെ എത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. എവിടെ വീണു അവിടെ അവൻ ജീവിച്ചോളൂ. വീണിടും വിഷ്ണുലോകമുള്ള ഒരേ ഒരു സമൂഹം മലയാളിയാണ്. അവനൊരു പ്രശ്നമില്ല. പക്ഷെ പറയുമ്പോൾ കഞ്ഞി കുറച്ച് ചോറ് കഴിച്ചില്ലെങ്കിൽ പോക്കാണ്. ബാലൻസ് ഫുഡ് അല്ലാന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ അതിലല്ല പറഞ്ഞ് ചോറൊക്കെ നന്നായി ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഒരു സാധനം പിടിച്ച് നിൽക്കരുത്, അത് മനസ്സിനെ സ്വസ്ഥപ്പെടുത്തില്ല. ഓക്കെ, അത് ഇതിന്റെ വിഷയം. ഞാൻ പറഞ്ഞ സബ്ജക്റ്റിലല്ല ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഫുഡ് ചോറ് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. തമാശ, ഞാൻ ചോറ് കഴിക്കുന്നത് വളരെ കുറവ്, അതുകൊണ്ടാണ് ഞാനതിനെ വളരെ ഇതാക്കിയത്. എനിക്ക് ചോറിനോട് അത്ര വലിയ ഇഷ്ടമല്ല. അത് ഞാൻ ആ വിഷയത്തിലല്ല പറഞ്ഞത്. എൻ്റെ വിഷയം ഇതാണ്: ഒന്നാമത്തെ മെഡിറ്റേഷൻ, രണ്ടാമത്തെ യോഗ, മൂന്നാമത്തെ എക്സസൈസ്, നാലാമത്തെ ബാലൻസ്ഡ് ഫുഡ്. സിമ്പിൾ ആൻഡ് ബാലൻസ്ഡ് ഫുഡ്. അത് ഫുഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്, 2 ഭാഗത്തിന് ഗുണമുണ്ട്. ഏതൊക്കെയാണത്? ഫുഡ് നിങ്ങൾ നന്നായി കഴിച്ചാലും ലഘുവായി കഴിച്ചാലും ഏതൊക്കെ നമ്മുടെ എന്തിനൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് 2 കാര്യങ്ങളാണ്: ശരീരവും മനസ്സും, അല്ലേ? ഫുഡ് നല്ല കൃത്യമായി കഴിക്കുന്നെങ്കിൽ മനസ്സിന് സുഖം കിട്ടും, ശരീരത്തിന് സുഖം കിട്ടും. ഫുഡ് ഹെവിയാണ് കഴിക്കുന്നെങ്കിൽ ശരീരത്തിനും ഹെവിയാവും, മനസ്സിനും ഹെവിയാവും, അല്ലേ? 2 ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ബെനിഫിറ്റ് കിട്ടുന്ന സാധനമാണല്ലോ ഫുഡ്. അതിനൊന്ന് ലഘുവാക്കിയാൽ 2 സിമ്പിളായിട്ട് വരും, അല്ലേ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട. എക്സസൈസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു, യോഗ ചെയ്യുമ്പോഴും 2 ഗുണമാണ്, മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും 2 ഗുണമാണ്, അല്ലേ? മെഡിറ്റേഷൻ ശരീരത്തിനും മനസ്സിനും കിട്ടും, അതുപോലെ തന്നെ യോഗയും ശരീരം മനസ്സിനും കിട്ടും. എക്സസൈസ് കൊണ്ട് ശരീരം മനസ്സിനും കിട്ടും. എന്താണ്? ഭക്ഷണം മിതമായ ശരീരത്തിനും മനസ്സിനും കിട്ടും. ക്ലിയർ ആയല്ലോ? ഇത്രയും പോരെ? ഇത് നമുക്ക് 2 ദിവസം ചെയ്യാൻ പറ്റുമോ? 2 ദിവസം ചെയ്താൽ മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. യാതൊരു തർക്കമുണ്ടോ? എനിബഡി ഹാവ് എ ഡൗട്ട്? യെസ് ആണെങ്കിൽ 2 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഉറപ്പില്ലെന്ന് നോക്കോ? യെസ് പറയുന്നവർ നോക്കട്ടെ. 2 ദിവസം ചെയ്താൽ മതി, മാറ്റമുണ്ട്. പക്ഷെ 2 ദിവസം കൊണ്ട് നിർത്തരുത് കേട്ടോ, കണ്ടിന്യൂ ചെയ്യണം. മിനിമം 2 ദിവസം നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. ഇത്രയും സിമ്പിൾ അല്ലാതെ ഞാൻ എങ്ങനെ പറഞ്ഞു തരിക കാര്യം? ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. ഇനി യെസ് ആണല്ലോ. ഇനി ക്വിക്കായിട്ട് 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലർക്കും ഇതില്ലാതെ പോയതുകൊണ്ട് ഞാൻ ലാസ്റ്റേക്ക് വെച്ചത്. ഇത് പറഞ്ഞേക്കാം, ഇതൊക്കെ ഞാൻ ചെയ്യാൻ സാറേ കുഴപ്പമില്ല. പക്ഷെ ഈ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ പേരാണ് മെന്റൽ ഡീടോക്സിക്കേഷൻ എന്ന്. മെന്റൽ ഡീടോക്സിക്കേഷൻ എന്താണ് മലയാളത്തിൽ അറിയോ? ഇത് ആരും കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? മെന്റൽ ഡീടോക്സിക്കേഷൻ ഇല്ല. മനസ്സ് ശുദ്ധീകരണം. എത്ര പേർ റെഡിയാണ് അതിന്? രാവിലെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാൻ അഡ്മിനെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ രാവിലെ വരാൻ പറ്റും. അഡ്മിന്റെ നമ്പർ 7510 സത്യനാഥൻ പള്ളിക്കാട്. അഡ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ രാവിലത്തെ ക്ലാസ്സും ചെയ്യാൻ പറ്റും. പേയ്മെന്റ് അടച്ചാൽ മതി, ജോയിൻ ചെയ്യാം. മനഃശുദ്ധീകരണം ഇത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്.
നമുക്കെപ്പോഴും നമ്മൾക്ക് മനസ്സിൽ ടോക്സിക്കേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ടോക്സിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും, പലയിടത്തും പല സംഭവത്തിനും ഉണ്ടാവും. ആ ടോക്സിക്കേഷനെ ഡീടോക്സിക്കേറ്റ് ചെയ്താൽ മാത്രമേ മനഃശുദ്ധി ഉണ്ടാവുള്ളൂ. മനഃശുദ്ധി നടത്തിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എന്ത് പറയുന്നറിയോ? നിങ്ങൾ പറയും, ഓ ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നേ, ഇത് ചെയ്താൽ എനിക്ക് മാറുമോ, ആശങ്ക. ഇനി ഇതുപോലെ അവരൊക്കെ ചെയ്തിട്ട് അവൻ മാറിയോ, കമ്പാരിസൺ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്നേ. ഇതാണ് മനസ്സിന്റെ ഡീടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും നെഗറ്റീവ് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ചില ആൾക്കാർ ഇപ്പം എൻ്റെ അടുത്ത് 1-to-1 സെഷനൊക്കെ വരുന്നവരോട് ഞാൻ പറയും, ദൈവം നിങ്ങൾ ഇങ്ങനെ പറയരുത്, നിങ്ങളുടെ ലൈഫിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്, മറ്റാരുടെയല്ല. കംപ്ലീറ്റ് നെഗറ്റിവിറ്റി, പറയുന്ന മുഴുവൻ നെഗറ്റിവിറ്റി. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നെഗറ്റീവാണോ പോസിറ്റീവോ തിരിച്ചറിയാത്തതുകൊണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല കേട്ടോ, വേറെ മനഃപൂർവ്വമല്ല. അങ്ങനെ ആയിപ്പോയി അവരങ്ങനെയാണ് സമൂഹം ഉണ്ടാക്കിയത്. മനസ്സിന്റെ ശുദ്ധീകരണം വളരെ പ്രധാനമുള്ളതാണ്. മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്കിത് സാധ്യമേ ആവില്ല. ഒന്നും നേടാൻ പറ്റില്ല. എന്തു പറയുന്നു, എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്, ഞാൻ എന്ത് പറയണം, എവിടെ പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നറിയാതിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും. ചെയ്തു പോയത് മുഴുവൻ തെറ്റായി തോന്നും, ചെയ്യാനിരിക്കുന്നതിനെ പറ്റി ആശങ്കയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒന്നും തുറന്നു പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ ചിന്തകൾ വല്ലാതെ ആക്രമിക്കും. ചിന്തിച്ചത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കും. ഇതൊക്കെ ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലൊക്കെ മാറും കേട്ടോ, വളരെയധികം മാറ്റം ഉണ്ടാവും. എന്നാലും ഞാൻ പറയുന്നു, ഈ കോൺസെപ്റ്റ് മനസ്സിന് ശുദ്ധീകരണ പ്രക്രിയ ചെയ്യണം. ഇതിന് എളുപ്പത്തിലൊരു പരിപാടി പറഞ്ഞുതരാം. പക്ഷെ ശരിക്കും മനസ്സിന് ശുദ്ധീകരണം നടക്കണമെങ്കിൽ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. അതിൻ്റെ പേരാണ് ജേർണി ടു ഹാപ്പിനെസ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിലേക്ക് പറഞ്ഞുതരാം. ഇന്ന് അതല്ല വിഷയം, കോഴ്സിനെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇന്ന് മനസ്സിന്റെ ശുദ്ധീകരണത്തിൽ നിങ്ങൾ ചെയ്യാവുന്ന സിമ്പിൾ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം സിമ്പിളായുള്ള പ്രക്രിയ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് പ്രക്രിയ. നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എത്ര പേർക്ക് വേണം ആ ടെക്നിക്ക്? മനസ്സിനെ ശുദ്ധമാക്കാൻ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യുന്നവർക്ക് 100% റിസൾട്ടാണ്. എത്ര പേർക്ക് വേണം ആ ടെക്നിക്ക്? കമാൺ. മീ വന്നാൽ മാത്രം തരും, അവർക്ക് മാത്രമേ തരുള്ളൂ. മറ്റുള്ളവർക്ക് ഇനി ഞാൻ തന്നാൽ നിങ്ങൾ എടുക്കരുത്. ആരുമില്ലേ? എത്ര പേർക്ക് ഞാൻ ആ ടെക്നിക്ക്? യെസ്. അഡ്മിൻ ഇവർ ഗ്രൂപ്പിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തേക്കണേ. എനിക്ക് അങ്ങനെ എല്ലാം കാണാൻ പറ്റില്ല. വേണമല്ലോ? എനിക്ക് വേണം. ഓക്കെ. സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള പ്രക്രിയ കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നേരം കയ്യിലുണ്ടോ? നിങ്ങൾക്കായി ഉപയോഗിക്കാനായിട്ട് 15 മിനിറ്റ് ഉണ്ടോ? എത്ര പേർക്കുണ്ട് 15 മിനിറ്റ് നേരം? ബാക്കിയൊന്നുമില്ല, 15 മിനിറ്റ് നേരം നിങ്ങൾക്കാക്കി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും? അവർ മാത്രം ചെയ്താൽ മതിയെ, ബാക്കി ആരും ചെയ്യണ്ട. കാരണം 15 മിനിറ്റൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മാറ്റം വേണ്ട. സോറി ടു സേ ദാറ്റ്. അത്രയും സമയമെങ്കിലും നിങ്ങൾക്കായി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മാറ്റം വേണ്ട. വേണോ? അപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ 15 മിനിറ്റ്? എല്ലാവർക്കും ഉണ്ട്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാനുള്ളതാണ്, ഇപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോളാം. 15 മിനിറ്റെങ്കിൽ നിങ്ങൾക്ക് മാറ്റി, ബാക്കിയുള്ള സമയം പറയില്ല, 15 മിനിറ്റ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മനസ്സിനെ സ്വസ്ഥപ്പെടുത്താം. വളരെ സിമ്പിളായിട്ടുള്ള പ്രക്രിയയാണ് മനഃശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്താണെന്നറിയോ? ഒരു പെന്നും പേപ്പറും എടുക്കുക, ഒരു വൈറ്റ് പേപ്പറും പെന്നും എടുക്കുക, പെന്നോ പെൻസിലോ എന്തായാലും എടുക്കുക. അത് കിട്ടി അതിലൂടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുന്നതല്ലേ നിങ്ങളുടെ വിഷയം? നെഗറ്റീവ് ചിന്തകളാണല്ലോ മാറ്റേണ്ടത്, പോസിറ്റീവ് ചിന്തകൾ മാറ്റേണ്ടല്ലോ. അപ്പോൾ ഈ 15 മിനിറ്റ് നേരം ഒരു സ്ഥലത്തിരിക്കുക. ഇരുന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് വരും. എല്ലാം ഇങ്ങനെ, അപ്പോഴാണ് ഈ കടന്തൽ കൂട്ടം വരുന്നത് പോലെ ഈ സാധനം മൊത്തം വരുന്നത് അല്ലേ? എല്ലാം വരും. അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, അവരിങ്ങനെ, ഇങ്ങനെ ഒരു 15 മിനിറ്റ് സ്വസ്ഥമായി ഇരുന്നാൽ ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിപ്പൊളന്നു പോകും. ആൾക്ക് അത്രയും ത്രോട്ട്സുകൾ വരും അല്ലേ? സ്വസ്ഥതയില്ലാത്തവരുടെ അവസ്ഥയാണ് പറഞ്ഞത്. സ്വസ്ഥതയില്ലവർക്ക് ഇത് മനസ്സിലാവില്ല. സ്വസ്ഥതയില്ലാത്തവർക്ക് 100 കാര്യങ്ങൾ വരും നെഗറ്റീവ്. പെന്നും പേപ്പറും എടുത്ത് എഴുതുക.
എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്നത്, ആ 15 മിനിറ്റ് നേരം വന്നത് മുഴുവനും എഴുതുക. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. വെറുതെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് വരുന്ന ചിന്തകളെ ഒന്ന് എഴുതുക. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം എഴുതുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. നിങ്ങൾ തലയിൽ കൈവെക്കും. എൻ്റെ ദൈവമേ, ഞാൻ ഇത്തരക്കാരനാണോ? നിങ്ങൾ സ്വയം കൈ തലവെക്കും. നിങ്ങൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനേ ആവില്ല നിങ്ങൾ, അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നാളെ മുതൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിടാം. എഴുതുമ്പോൾ തന്നെ പകുതി പോകും. നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ഇതൊക്കെ ഞാൻ എഴുതേണ്ട കാര്യമാണോ? ഇതൊക്കെ ഒരു സംഭവമാണോ? ഇത് ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്? പകുതിയും അവിടെ തന്നെ തീരും. ഇനി ഇല്ലെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത്രയും ഉള്ളവർ എഴുതും. എഴുതി കഴിഞ്ഞിട്ട് അടുത്തൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. എഴുതിയതൊക്കെ ഒന്ന് ഒരു തവണ കൂടി വായിക്കുക. എന്നിട്ട് ആ പേപ്പറിനെ 4 മടക്കുക. 4 പീസായി മടക്കുക. ആണല്ലോ? എഴുതി വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം എൻ്റെ ഉള്ളതാണ്, എഴുതി വെച്ചോണ്ട്. ഇത് വേണോ വേണ്ടയോ തീരുമാനിക്കുക. എല്ലാവർക്കും വേണ്ടാത്തല്ലേ എഴുതുള്ളൂ. വായിച്ചു കഴിയുമ്പോൾ തോന്നും ഇതെനിക്ക് വേണ്ടാത്തതെന്ന് ഉറപ്പാണല്ലോ. അത് 4 മടക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? 4 മടക്കിയിട്ട് ടെക്നിക്ക് നിങ്ങൾ പറഞ്ഞു നോക്കി. എന്ത് ചെയ്യണം? എല്ലാവർക്കും എല്ലാം അറിയുന്നതാണ്. 4 മടക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വേണ്ടാത്ത സാധനത്തിന് യെസ്, ഫയർ ഇറ്റ് ഓഫ്, കത്തിച്ച് കളയുക. അതിന് നേരെ കൊണ്ടുപോവുക. ഒരു ലെറ്റർ എടുക്കുക, അല്ലെങ്കിൽ തീപ്പെട്ടി എടുക്കുക, കത്തിച്ചൻ കളയുക. എന്നിട്ട് പറയുക, എൻ്റെ എല്ലാ നെഗറ്റീവിനെയും ഞാൻ കത്തിച്ചടഞ്ഞിരിക്കുന്നു. പറ്റില്ലേ? ആർക്കത് പറ്റാത്തത്? വലിയ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കൊന്നും ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞു. സിമ്പിളാണ്. നിങ്ങൾ ഒരു 5 ദിവസവും 6 ദിവസവും ഇത് ചെയ്തു നോക്കൂ. ഫലം 100% ആണ്. റെഡിയല്ലേ? ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമല്ലോ. ബാക്കി നാളെ പറഞ്ഞുതരാം. സമയമായി, എട്ടിപ്പോണ്ട് ഉറങ്ങണ്ടേ? സിമ്പിളായിട്ട് പറ്റും, എല്ലാവർക്കും പറ്റും. ഇന്ന് മറക്കരുത്, ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ മറക്കരുത്. അഡ്മിൻ നമുക്ക് ഒരാൾക്ക് ഇന്ന് പുസ്തകം ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സ് ഒന്ന് അഡ്മിൻ അയച്ചു കൊടുക്കണേ, ധനു. അതുപോലെ തന്നെ ഇന്ന് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നാളെയും ഇത് കേൾക്കുക. 48 മണിക്കൂർ റിസൾട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ വന്ന് പറയുക, ഞാൻ റിസൾട്ട് ഉണ്ടായി എന്ന് കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ സാധിക്കുള്ളൂ, അല്ലേ? ഗീവ് ആൻഡ് ടേക്ക് അല്ലേ പോളിസി? അപ്പോൾ ഇപ്പോഴൊന്നുകൂടി പറയാം. യൂട്യൂബ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഡെയിലി സെഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള യൂട്യൂബ് കാണുന്നവർ നമ്മുടെ ചാനലിന്റെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. വെറുതെ അഡ്മിനെ വിളിച്ച് വെറുതെ നിങ്ങളുടെ സങ്കടങ്ങൾ പറയരുത്. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ വോയിസ് നോട്ടിൽ അയച്ചാൽ മതി. രാത്രി പകൽ എന്ന വ്യത്യാസമില്ലാതെ വിളിക്കരുത്. അതും മനുഷ്യരാണ്. 12 മണിക്കും 1 മണിക്കൊക്കെ വിളിക്കുന്ന സഹോദരങ്ങളോട് പ്രിയ ദയവ് ചെയ്ത് വിളിക്കരുത്. അല്ലെങ്കിൽ ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ അവസാനം നമ്പർ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്താൽ ആവശ്യമുള്ള പലർക്കും ഒരു കണക്ടിവിറ്റി കിട്ടാതാവും. അതുകൊണ്ട് വളരെ ആലോചിക്കുക. നിങ്ങൾ കഴിയുന്നത് വാട്സപ്പ് ഉപയോഗിക്കുക. എന്നിട്ടൊരു വോയിസ് അയക്കുക. അവർ സമയമുണ്ടാകും കേട്ടിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും. ഒരാളെ പോലും അവർ പരിഗണിക്കാതിരിക്കില്ല. 1000 ആയാലും 10,000 ആയാലും അവർ പരിഗണിക്കും. അത് നിങ്ങൾ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് 15 മിനിറ്റിൻ്റെയൊക്കെ 5 ഓഡിയോ നിങ്ങൾ അയച്ചാൽ എല്ലാവരുടെ അഭ്യർത്ഥനയാണ്. നിങ്ങൾ പറയുന്നത് പരാതിയാണെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ കേൾക്കാൻ സമയം ദൈവം നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് സാധ്യമാവില്ല. അപ്പോൾ എന്താണോ പറയുന്നത് ചെറുതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് റിപ്ലൈ ചെയ്യാം. എല്ലാവരുടെ അഭ്യർത്ഥനയാണ്. കാരണം വെച്ചാൽ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ്. അവർക്ക് വികാരമുണ്ട്, വിചാരങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട്
എല്ലാവരും ക്ഷമിക്കണം. നിങ്ങൾ എല്ലാവരും കൂടുതൽ കൂടുതൽ റിസൾട്ട് എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെയാണ് ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. ഒരു പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. 2, 3, 4 തവണ സമയത്തിനനുസരിച്ച് കാണുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഞാൻ അത്രയും സിമ്പിൾ കോൺസെപ്റ്റുകൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതിലും കിട്ടാത്തവർ അല്ലെങ്കിൽ എന്നുമായിട്ട് കൂടുതൽ കണക്ടിവിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് പൈസ കൊടുത്തിട്ട് ക്ലാസ്സിൽ വരിക. നമുക്ക് കൂടുതൽ പഠിക്കാം, കൂടുതൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അല്ലേ, ഇതല്ലേ നമ്മുടെ സിസ്റ്റം. സിമ്പിളായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഓക്കെ.